ഇപ്പം ഞങ്ങളുടെ ട്രയൽസ് സമയത്ത് തന്നെ ചബുവ എന്നുള്ളത് നമ്മുടെ ഈസ്റ്റേൺ കോർണറിലെ ടിപ്പ് പോയിൻ്റാണത്. അവിടുന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ജോധ്പൂർ വരെ നമുക്ക് കാണാൻ പറ്റി, ലൈവായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത്രയും നമ്മളൊരു ഫീച്ചറാണ്, കേപ്പബിലിറ്റിയാണ് നമ്മൾ ഈ എയർഫോഴ്സിന് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അവർ ഓരോ എക്സസൈസിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിട്ടാണ്. മീഡിയ അനുസരിച്ച് ബാലക്കോട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് ദെയർ ഇൻ ദ ഫ്ലൈറ്റ് ആസ് വൺ ഓഫ് ദ പേഴ്സൺ ഹു വാസ് ഫ്ലൈയിങ്. ബാക്കി എല്ലാ ടൈമിലും ഐ ഹാഡ് ടു റിയലി കൺവിൻസ് ദം. ഓക്കെ, പക്ഷേ ആ ഫ്ലൈറ്റ് വാസ് സോ ഫ്ലോലെസ്. കാരണം ഒഫീഷ്യൽ ഹു വാസ് ഫ്ലൈയിങ് ഹി കെയിം ഡൗൺ ആൻഡ് സെഡ് കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെ ബോസസും പറഞ്ഞു ക്യാബ്സ് ഹാസ് മെയ്ഡ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ്, ഞാൻ പലപ്പോഴും ഓരോ ടോക്കിൽ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം, ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നുള്ള സന്തോഷമാണ്. യു റിയലി ഫീൽ ഇറ്റ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ വൺ മോർ ലെസൺ ദാറ്റ് വി ഹാവ് ലേൺഡ് ഈസ് വി ഹാവ് ഗോട്ട് ദ കേപ്പബിലിറ്റി ടു ഡു വാട്ട് വി വാണ്ട് ഓൺലി. ഓക്കെ, നമ്മുടെ എയിം വാസ് ടു ഓൺലി ടാർഗറ്റ് എ ഫ്യൂ പ്ലേസസ് and we started that and we ended it quickly. Actually ഇന്ദിരാഗാന്ധി ന്യൂസ്പേപ്പറിൽ വായിച്ചിട്ട്, കാരണം US ആ സമയത്താണ് ഫസ്റ്റ് വാക്സിൻ ഉണ്ടാക്കിയത്. അവർ 60s സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കുറിച്ച്. എന്നിട്ട് 83 അവർ ഫ്ലൈ ചെയ്തത്. അത് കണ്ടിട്ട് നമുക്കും വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർ സൈറ്റഡ്നെസ് അവർക്കുണ്ടായി. എന്നിട്ടാണ് അന്ന് അരുണാചലം സർ, അവരായിരുന്നു SC2R, അവരെ വിളിച്ച് ഇങ്ങനത്തെ ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷണറി തിങ്കിങ് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്ക് യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ ലഭിച്ച പരീക്ഷണ വേദിയായി ആണ് പലരും ഓപ്പറേഷൻ സിന്ദൂറിനെ വിലയിരുത്തുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ 1958 സ്ഥാപിതമായ DRDOയുടെ പരിശ്രമങ്ങൾ എത്രമാത്രം വിജയിച്ചു? ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കും? നമസ്കാരം. സയൻസ് ടോക്കിൻ്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സയൻസ് ടോക്കിൻ്റെ 100ാം എപ്പിസോഡിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ എയ്റോനോട്ടിക്കൽ സിസ്റ്റംസ് ക്ലസ്റ്റർ ഡയറക്ടർ ജനറലും രാജ്യത്തെ ഏറ്റവും പ്രമുഖ പ്രതിരോധ ശാസ്ത്രജ്ഞരിലൊരാളായ ഡോക്ടർ രാജലക്ഷ്മി മേനോൻ ആണ്. പൂനെ സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് നേടിയ ശേഷം 1988 DRDOയുടെ സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസിൽ ശാസ്ത്രജ്ഞയായി സേവനം ആരംഭിച്ചു. തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും നേടി. ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയിലും വികസനത്തിലും നിർണായക പങ്കുവഹിച്ച ഡോക്ടർ മേനോൻ ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ നിരവധി സുപ്രധാന മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. C4ISR, എയർബോൺ റഡാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ബാറ്റിൽ മാനേജ്മെന്റ്, ഇമേജ് ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ AWACS പദ്ധതിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച് 2017 ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇതോടെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയ തദ്ദേശീയ AWACS സംവിധാനം വികസിപ്പിച്ച ലോകത്തെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ. UAVകൾ, യുദ്ധവിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയ്ക്കായുള്ള അത്യാധുനിക ഇമേജിംഗ് റഡാറുകളുടെ വികസനത്തിനും നേതൃത്വം നൽകി. പിന്നീട് AWACS MAC 2 പദ്ധതിയുടെ പ്രോഗ്രാം ഡയറക്ടറായും 2001-24 കാലത്ത് ക്യാബ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായും പ്രവർത്തിച്ചു. 2024 സെപ്റ്റംബറിൽ
DRDOയുടെ എയ്റോനോട്ടിക്കൽ സിസ്റ്റംസ് ക്ലസ്റ്ററിൻ്റെ ഡയറക്ടർ ജനറൽ ആയി. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം ഡോക്ടർ രാജലക്ഷ്മി മേനോൻ. വളരെ വളരെ നന്ദി. ഇന്ന് ഈ എപ്പിസോഡിന് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും വളരെ വളരെ നന്ദി. ഏഷ്യനാട്ടിനോട്ടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു മാം. ബാലക്കോട്ട് സ്ട്രൈക്ക്, ഓപ്പറേഷൻ സിന്ദൂർ, ഇവയിലൊക്കെ ഏറ്റവും നിർണായകമായ ഒരു പ്രതിരോധ സംവിധാനം നേത്ര എവാക് സംവിധാനം. ഇത് ഏകോപിപ്പിക്കുന്നതിലും പിന്നീട് 2017 ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലും നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ സംവിധാനം എന്താണെന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന്? നേത്ര എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ അവാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി സ്ട്രാറ്റജിക് സിസ്റ്റം ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഡിഫൻസിന് ആക്ച്വലി ആവശ്യമുള്ളത് ഒന്ന് ഡിഫെൻസീവ്, നമ്മളതിനെ രക്ഷിക്കാൻ ഉള്ളത്, ഒന്ന് ഒഫെൻസീവ്. അപ്പോൾ നേത്ര പെടുന്നത് ഡിഫൻസ് എക്യുപ്മെൻ്റാണ് പെടുന്നത്. അത് സാധാരണഗതിയിൽ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസാണ്. നമ്മുടെ വല്ല അഡ്വേഴ്സറിയിൽ നിന്നും വല്ല എയർക്രാഫ്റ്റ് വരുന്നുണ്ടോ, ടാർഗറ്റ് വരുന്നുണ്ടോ, അവരുടെ ഉദ്ദേശം എന്താണൊക്കെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് റഡാർ ആകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അതിൻ്റെ റേഞ്ച് അധികമാകാൻ പറ്റില്ല. കാരണം എർത്തിൻ്റെ കർവേച്ചർ ലിമിറ്റേഷനായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ വല്ല ടെറൈൻ ഒരു മാസ്കിംഗ് ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് ലോ ലെവൽ ടാർഗറ്റ്സ് ഫ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ആ റഡാർ എടുത്തിട്ട് ഒരു എയർക്രാഫ്റ്റിലിട്ട് മുകളിൽ പറപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കവറേജ് അധികമാവും. അപ്പോൾ ഒരു സിസ്റ്റം കൊണ്ട്, ഒരു എയർബോൺ സിസ്റ്റം കൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു 10 ഗ്രൗണ്ട് ബേസ്ഡ് റഡാറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്കത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സംവിധാനമാണ് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ സാധാരണ റഡാർ എന്ന് പറയുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഏതാണ് ടാർഗറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഒരു സിസ്റ്റം IFF അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർ ഫോ എന്നൊരു സിസ്റ്റം ആഡ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ആ വരുന്ന ടാർഗറ്റ് ഫ്രണ്ട് ആണോ അതോ ഫോ ആണോ എന്നും കൂടി ഒരു അട്രിബ്യൂട്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഓരോ ടാർഗറ്റ്സിലും അതിൻ്റേതായ റഡാർസ് ഉണ്ടാവും. ആ റഡാറിൻ്റെ എമിഷൻസ് നമ്മൾ ഒരു റേഡിയേഷനും ഇല്ലാതെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ട് ആ സിഗ്നൽ വരുന്നത് ഏത് തരത്തിലുള്ള എമിറ്റർ എന്നാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടാർഗറ്റിലാണോ ആ എമിറ്റർ എന്നും വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് എമിഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷർ, അത് റഡാർ സിഗ്നൽസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ ഓരോ അഡ്വേഴ്സറി ടാർഗറ്റ്സിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അവിടുത്തെ ഓപ്പറേറ്റേഴ്സ് വേറെ വല്ലവരോടും സംസാരിക്കുന്നതും നമുക്കത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് മെഷർ എന്ന് പറയും. അപ്പോൾ ഈ 4 മെയിൻ സെൻസേഴ്സ്, ഒന്നാമത് റഡാർ, IFF, ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് മെഷർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുന്ന ടാർഗറ്റ് ഏത് ടൈപ്പാണ്, എവിടെയാണുള്ളത്, എന്താണ് അതിൻ്റെ സ്പീഡ്, അങ്ങനത്തെ ഓരോ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കാം. അത് ഏത് തരത്തിലാണ്, അതൊക്കെ നമുക്ക് എല്ലാ സെൻസേഴ്സും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു റെക്കഗ്നൈസബിൾ എയർ സിറ്റുവേഷൻ പിക്ചർ നമുക്ക് ഓപ്പറേറ്ററിന്, ഓൺബോർഡ് ഓപ്പറേറ്ററിന് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഓപ്പറേറ്ററിന് ഭയങ്കരമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വരുന്ന ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത്. സപ്പോസ് നമുക്ക് വേറൊരു ഇൻ്റർസെപ്റ്റർ ടാർഗറ്റിനെ അയച്ചിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യണോ, അതോ സർഫേസ് ടു എയർ മിസൈൽ വെച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യണോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഫുൾ ഡിസിഷൻ എയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഫുൾ പിക്ചർ നമ്മൾ ഓൺ ബോർഡിൽ കാണിക്കുന്നത് തന്നെ നമ്മൾ ഗ്രൗണ്ടിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് ഓപ്പറേറ്റേഴ്സിന് കാണിക്കും. അവിടുന്ന് അവരുടെ എയർഫോഴ്സിൻ്റെ നെറ്റ്വർക്ക് വഴി കമാൻഡേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് അത് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് ടു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് റേഞ്ച് ലിമിറ്റഡ് ആണ്. നേരെ മറിച്ച് നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഇന്ത്യയിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം. ഇപ്പം ഞങ്ങളുടെ ട്രയൽസ് സമയത്ത് തന്നെ ചബുവ എന്നുള്ളത് നമ്മുടെ ഈസ്റ്റേൺ കോർണറിലെ ടിപ്പ് പോയിൻ്റാണത്. അവിടുന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ജോധ്പൂർ വരെ നമുക്ക് കാണാൻ പറ്റി, ലൈവായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത്രയും നമ്മളൊരു ഫീച്ചറാണ്, കേപ്പബിലിറ്റിയാണ് നമ്മൾ ഈ എയർഫോഴ്സിന് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അവർ ഓരോ എക്സസൈസിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്.
അവരുടെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിട്ടാണ്. മീഡിയ അനുസരിച്ച് ബാലക്കോട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു കേപ്പബിലിറ്റി ആയി മാറിയിട്ടുണ്ട്. പിന്നെ ഇൻഡിജിനസ് ആയതുകൊണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട്, ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഓപ്പറേറ്റർ നമുക്ക് വന്നിട്ട് തരുവാണെങ്കിൽ നമുക്ക് തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഉടനെ കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടഡ് സിസ്റ്റത്തിൽ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. പിന്നെ മെയിൻ്റെനൻസും അതും എല്ലാം സപ്പോർട്ടും നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആയതുകൊണ്ട് അതും വളരെ എളുപ്പത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഇൻഡിജിനസ് ആയതുകൊണ്ട് ഓപ്പറേറ്റേഴ്സിനും എയർഫോഴ്സിനും സിസ്റ്റത്തിനൊക്കെ വളരെ ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഫീഡ്ബാക്ക്. പിന്നെ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഒരു ലാബിലേക്കുള്ള സിസ്റ്റം മാതിരി ആവരുത്, അതൊരു ഓപ്പറേഷണൽ സിസ്റ്റം ആവണം. അതിൻ്റെ റിലയബിലിറ്റി, പിന്നെ അത് മെയിൻ്റെനൻസിബിലിറ്റി, അതൊക്കെ ആസ്പെക്ട്സ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ സർട്ടിഫിക്കേഷൻ ആസ്പെക്ട്സ്, അപ്പോൾ അതൊക്കെയാണ് കുറേ ചാലഞ്ചിങ് ആവുന്നത്. ഒരു ലാബിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ഓപ്പറേഷണലൈസ് ചെയ്യാനാണ് ഉള്ള ടൈം എടുക്കുന്നത്. അപ്പോൾ അതിന് കുറേ പ്രിൻസിപ്പിൾസ്, നമ്മൾ സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഫുൾ ലൈഫ് സൈക്കിൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് കേപ്പബിലിറ്റി. പിന്നെ അതിൽ വർക്ക് ചെയ്തവർക്കൊക്കെ കിട്ടിയ എക്സ്പീരിയൻസ് ഈസ് റിയലി ട്രെമെൻഡസ്. ആൻഡ് വി ആർ ഓൺ ദ ഫോർ ഫ്രണ്ട് ഇൻ ദ വേൾഡ് മാപ്പിൽ നമുക്കും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് ആസ് ആൻ ഇൻഡിജിനസ് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. So it is really, really challenging, and I'm really thankful to DRDO and services to have given that opportunity. It's very, very, and I urge all youngsters to come into such fields and work for the country. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് തൊട്ട് ഈ വിവിധ കോംപ്ലക്സ് സിസ്റ്റങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും എല്ലാം നേതൃത്വം നൽകിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ചലഞ്ചിങ് മൊമെൻ്റ് ഓർക്കുന്നുണ്ടോ? ഓരോ ദിവസവും ചലഞ്ചാണ്. പക്ഷേ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളത് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഇത് ഈ നേത്ര സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ 2004 കാരണം ആ സമയത്താണ് സാങ്ഷൻ കിട്ടിയത്. പക്ഷേ ഈ ലാബ് സ്റ്റാർട്ട് ചെയ്തത് 1985 മുതൽക്ക്. അപ്പോൾ ആ സമയത്ത് ഒരു മെക്കാനിക്കലി സ്കാൻഡ് ഏരിയ, ഇലക്ട്രോണിക് സ്കാനല്ല, മെക്കാനിക്കലി സ്കാൻഡ് ഏരിയയിൽ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി. അത് 91 നമ്മൾ ഫ്ലൈ ചെയ്തു. പക്ഷേ അത് റൊട്ടേറ്റിംഗ് റഡാറാണ്. അപ്പോൾ ഇറ്റ്സ് എ മെക്കാനിക്കലി റൊട്ടേറ്റിംഗ് റഡാർ. അപ്പോൾ അത് ആക്ച്വലി 93, 96, 99 അങ്ങനത്തെയൊക്കെ എയറോ ഇന്ത്യയിൽ ഇറ്റ് വാസ് പ്രൈഡ് ഓഫ് ദ കൺട്രി. പക്ഷേ 99 ജാനുവരി ഇറ്റ് ഹാഡ് എ ക്രാഷ്. അപ്പോൾ ഞങ്ങൾ കണ്ടത് വി ഹാവ് ഗോൺ ടു ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഫെയിലിയർ. അവിടുന്ന് നമ്മൾ പിന്നെയും ഒരു ഫിനിക്സ് മാതിരി തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനുള്ള ചാലഞ്ചസ് വളരെയധികമാണ്. കാരണം നമ്മൾ ടെക്നോളജി ആദ്യം ഉണ്ടായിരുന്ന മെക്കാനിക്കലി സ്കാൻഡാണ്, അവിടുന്ന് ഇലക്ട്രോണിക്കലി സ്കാൻഡ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചാലഞ്ചസ്. പിന്നെ ഒരു സിസ്റ്റം നമ്മൾ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈസിയർ, കാരണം അതിന് റെസ്ട്രിക്ഷൻസ് അധികമില്ല. പക്ഷേ ഇത് എയർബോൺ എക്യുപ്മെൻ്റ് ആകുമ്പോൾ അതിൻ്റെ സേഫ്റ്റി, പിന്നെ സർട്ടിഫിക്കേഷൻ, അതിൻ്റെ ഇൻഫിനൈറ്റ് പവർ കിട്ടിയാൽ നമുക്ക് ഏത് സിസ്റ്റമോ എവിടെയും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ദർ ഈസ് ലിമിറ്റഡ് പവർ, ലിമിറ്റഡ് സ്പേസ്, ലിമിറ്റഡ് വെയ്റ്റ്. അപ്പോൾ അതൊക്കെ ഒരു കൺസ്ട്രെയിൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓപ്റ്റിമൈസേഷൻ യൂസ് ചെയ്തിട്ട് വേണം ആ സിസ്റ്റം ഉണ്ടാക്കി ഒരു എയർക്രാഫ്റ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് സർട്ടിഫിക്കേഷൻ മേടിച്ച് നമുക്ക് ഓപ്പറേഷണലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചാലഞ്ചസ് ആർ എനോർമസ്. ദ ഡോക്യുമെൻറ്റേഷൻ, ദ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യണം. പിന്നെ കുറേയൊക്കെ ടെക്നോളജി ഡിനയൽസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മറ്റേ കൺട്രീസും ദേ വിൽ നോട്ട് ഗിവ് ദ പ്രൊഡക്ട്സ്. പിന്നെ സിസ്റ്റം പ്രൂവ് ചെയ്യണമെങ്കിൽ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരുപാട് സാങ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു? അപ്പോൾ അതാ ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു വി വിൽ യൂസ് ഓൺലി കമ്പ്യൂട്ടർ ബോർഡ്സ് ലെവൽ ഫ്രം ഔട്ട്സൈഡ്. ബാക്കി എല്ലാ ഡിസൈൻ വിൽ ബി ഇൻഡിജിനസ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് നമുക്ക് ആക്ച്വലി വി കുഡ് സെയിൽ ത്രൂ. ഒന്ന് രണ്ട് എക്യുപ്മെൻറ്റ് പിന്നെയും ഉണ്ടായിരുന്നു വിച്ച് വാസ് ഫ്രം അബ്രോഡ്. 2017 നമ്മൾ ആദ്യം ഇൻഡക്ട് ചെയ്തപ്പോൾ. പക്ഷേ പിന്നെ 2019 സെക്കൻഡ് എയർക്രാഫ്റ്റ് ഇൻഡക്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ അതൊന്നും കുറേയൊക്കെ ഇൻഡിജിനൈസ് ചെയ്തു. ഇപ്പോൾ അടുത്തിപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് ആണ്, അതും അക്കോർഡ് ചെയ്തിരിക്കുന്നു. ആ സമയത്തേക്ക് ഞങ്ങൾ എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റംസും ഫുള്ളി ഇൻഡിജിനസ് സിസ്റ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് വൈസ് നമ്മൾ
അത് ചെയ്തതുകൊണ്ട് ഇനി നമ്മൾ ഫോറിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല ഫോർ ഇലക്ട്രോണിക് സിസ്റ്റംസ്. പക്ഷേ ഇപ്പോഴും ഒരു ലക്കുന എന്ന് പറയുന്നത് നമ്മൾ സിവിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഫോർ ദ ബേസിക് എയർക്രാഫ്റ്റ് വി ആർ സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഫോറിനറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മോഡിഫിക്കേഷന് ദേ ചാർജ് ടു ഹെവി. പക്ഷേ വി ഹാവ് നോ അതർ ചോയ്സ്. പക്ഷേ സോ അതിന് ഞാൻ ഓരോ ഫോറമിലും ടോക്ക് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും ദാറ്റ് ഇന്ത്യ ഷുഡ് ഹാവ് അവർ ഓൺ സിവിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡുവൽ യൂസ്. അത് മിലിറ്ററി ട്രാൻസ്പോർട്ടിനും യൂസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഡിസൈൻ ഡാറ്റ നമ്മുടെ അടുത്ത് തന്നെ കാണണം. കാരണം നാളെ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ സിസ്റ്റംസും ആഡ് ചെയ്യാനൊക്കെ. അതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, നമ്മൾ ന്യൂ ടെക്നോളജീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ അക്കാഡമിക്സ് പിന്നെ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരോടൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ചാലഞ്ചസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ടെസ്റ്റൊക്കെയാണ് ഭയങ്കര ചാലഞ്ചിങ്. പിന്നെ യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഒട്ടും എളുപ്പമല്ല. അവർക്ക് ബിക്കോസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഒരു സയൻറ്റിസ്റ്റ് വിചാരിക്കുന്നതിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഈ പ്രോഗ്രാം വഴി നമ്മൾ ആ ഗ്യാപ്പ് വളരെയധികം കുറച്ചിട്ട് വി ആർ നൗ റിയലി നോ വാട്ട് യൂസേഴ്സ് വാണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഡിസൈനിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. സോ ദർ വർ ലോട്ട് ഓഫ് ചലഞ്ചസ്. പക്ഷേ വിത്ത് പെർസിവറൻസ്, റെസിലിയൻസ് of the scientists and all participants, including the users who were with us, we could actually deliver the system. നമുക്ക് ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഈ സംവിധാനത്തിന് നേർക്ക് തന്നെ ത്രെറ്റ് വരില്ലേ? അതെ. അപ്പോൾ അതിനെ എങ്ങനെയാണ്? അപ്പോൾ അത് ഓപ്പറേഷണലി യൂസേഴ്സ് അത് ഡിപ്ലോയ് ചെയ്യുമ്പോൾ അവരൊരിക്കലും ഈ സിസ്റ്റം അലോണായിട്ട് ചെയ്യില്ല. അതിൻ്റെ കൂടെ എസ്കോട്ട്സ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ സിസ്റ്റമിൽ തന്നെ നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മിസൈൽ വരികയാണെങ്കിൽ 2 ടൈപ്പ് മിസൈൽ ഉണ്ടാവും. ഒന്നുകിൽ റഡാർ സീക്കിംഗ് മിസൈൽ അല്ലെങ്കിൽ IR സീക്കിംഗ് മിസൈൽ. ഇപ്പോൾ റഡാർ സീക്കിംഗ് മിസൈലാണെങ്കിൽ ഈ നമ്മുടെ എയർക്രാഫ്റ്റിൽ റഡാർ വാർണിംഗ് റിസീവർ ഉണ്ട്. അപ്പോൾ അത് മിസൈൽ എവിടെയാണ്, എത്ര ദൂരമാണെന്ന് അറിയും. അങ്ങനെ തന്നെ IR സീക്കിംഗ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് IR ഡിറ്റക്ഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 സിസ്റ്റംസും നമ്മുടെ എയർക്രാഫ്റ്റിൽ വേറൊരു കൗണ്ടർ മെഷർ ഡിസ്പെൻസിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഈക്വലൻറ്റ് ടു ദ RCS ഓഫ് അവർ എയർക്രാഫ്റ്റ് ഷാഫ് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴും ആ ഷാഫ് അവിടെ ഉള്ളതുകൊണ്ട് വി ക്യാൻ ആക്ച്വലി ഡിസീവ് ദ മിസൈൽസ്, റഡാർ സീക്കിംഗ് മിസൈൽസ്. അപ്പോൾ ആ സിസ്റ്റം ഉള്ളത് കൊണ്ട് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ സെൽസ്. പക്ഷേ അതുകൂടാതെ വി ഓൾസോ ഹാവ് ദ നമ്മൾ പറഞ്ഞാൽ വെൻ ദ ഡിപ്ലോയ് ദേ വിൽ ഹാവ് ദ എസ്കോട്ട് along with that. ഇപ്പോൾ നമുക്ക് ബാലക്കോട്ടിലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിജയിപ്പിക്കുന്നതിലും എവാക്സിന് നിർണായക പങ്കുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ DRDO വികസിപ്പിച്ച ആകാശ് മിസൈൽ, പിന്നെ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള ആകാശ് തീർ റഡാർ സംവിധാനങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് വിവരിക്കാമോ? പറയാവുന്ന അത്രയും. അല്ല, ആകാശ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ റിയൽ. അപ്പോൾ നമ്മൾ അത് റഡാറുണ്ട്, പിന്നെ മിസൈൽസ് ഉണ്ട്. സോ അത് ആ റഡാർ ബാറ്ററീസാണ് ഒന്നായിട്ട് അവർ ഒരു ബാറ്ററി മാതിരിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകാശിൻ്റെ റഡാർ വിൽ ഡിറ്റക്ട് ദ ടാർഗറ്റ്സ് ആൻഡ് അതനുസരിച്ച് തന്നെ ഈ മിസൈലിൻ്റെ ഡയറക്ഷനും ക്യൂ ചെയ്തിട്ട് അലോങ് ദ ഡയറക്ഷൻസ് ഓഫ് ദ ത്രെറ്റ് അത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഫുള്ളി ഇൻഡിജിനസ് സിസ്റ്റം, അഗെയിൻ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ അത് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് സക്സസ്. ആക്ച്വലി ഓപ്പറേഷൻ സിന്ദൂർ ഒരു ആദ്യം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഫോറം തന്നു ഫോർ അസ് ടു ഡിപ്ലോയ് ദ സിസ്റ്റംസ് ദാറ്റ് ഹാസ് ബീൻ ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആൻഡ് ദ യൂസേഴ്സ് ആർ ഹാപ്പി വിത്ത് വാട്ട് ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ DRDO. അതുപോലെ എവാക്സും യൂസ് ചെയ്തിട്ടുണ്ട്. എവാക്സിൻ്റെ വൺ മോർ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്കത് ബോർഡറിൻ്റെ അടുത്ത് ഫ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കാരണം റേഞ്ച് ഉള്ളത് കൊണ്ട് വി ക്യാൻ ബി ഇൻ സ്റ്റാൻഡ് ഓഫ് റേഞ്ചസ് ആൻഡ് സോ യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ് ആൻഡ് ഓൾസോ ഏബിൾ ടു ഗെറ്റ്. പിന്നെ യൂസേഴ്സ് പറഞ്ഞ മാതിരി വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഈസ് പല ടാർഗറ്റ്സും വേറെ സിസ്റ്റംസ് ഒന്നും കണ്ടുപിടിക്കാത്തത് അവാക്സ് കുഡ് ആക്ച്വലി ഡു ആൻഡ് ഇൻഫോം ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് കുഡ് ബി ടേക്കൺ.
സോ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് കേപ്പബിലിറ്റി. അപ്പോൾ ഇന്നിപ്പം ഈ 2017 ഇത് IAF-ലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ ഒരു നിമിഷത്തെ എങ്ങനെ ഓർക്കുന്നു? കാരണം ഇതിപ്പോൾ ഇത്രയും വിജയം കണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതെ. ആ, സോ അപ്പോൾ അന്നത്തെ ആ ഒരു നിമിഷത്തെ അത് പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ എം വെരി വെരി സാറ്റിസ്ഫൈഡ്. കാരണം കൺസെപ്റ്റ് മുതൽ ഡെലിവറി വരെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം ഒരു ഡൗൺഫാൾ ഉണ്ടായതിൻ്റെ ശേഷം അത് 99-ലാണ്. 99 തൊട്ട് 2002 വരെ ഞങ്ങൾ എത്ര പ്രൊജക്ട് പ്രപ്പോസൽസ് കൊടുത്താലും അത് ആക്സെപ്റ്റ് ആയിരുന്നില്ല, ആക്സെപ്റ്റൻസ് വരുന്നില്ലായിരുന്നു. പിന്നെ 2002-ലാണ് എയർഫോഴ്സ് ഡിസൈഡ് ചെയ്തത് വി ഷുഡ് ഹാവ് എൻ ഇൻഡിജിനസ് വൺ ഓൺ എ സ്മോളർ പ്ലാറ്റ്ഫോം. കാരണം സോ 2002-ലുള്ള എന്താണ് CCS പേപ്പർ ഉണ്ടാക്കലും അതിലൊക്കെ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇനീഷ്യൽ സിസ്റ്റം സ്റ്റഡീസ് ചെയ്തിട്ട് ഫീസിബിൾ ഓപ്ഷൻസ് ഉണ്ടാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സിസ്റ്റം എഞ്ചിനീയറിംഗ് ഫേസിൽ നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കൺസീവ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ടോപ്പ് ലെവൽ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ഓരോ വർക്ക് സെൻറ്റേഴ്സിന് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊടുത്ത് പിന്നെ അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളി എയർക്രാഫ്റ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്യുക. സോ ഐ ഹാവ് ഓൾസോ ഫ്ലൈറ്റ് ടെസ്റ്റ് ഇൻചാർജ്. അപ്പോൾ ഓരോ ഫ്ലൈറ്റിലും നമുക്ക് വെൻ വി ഡു ദ ടെസ്റ്റ് വി നോ ഹൗ ഇറ്റ് ഈസ്, എവിടേക്കാണ് പ്രോബ്ലം, എന്താണ്, അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഫൈനലി ദ യൂസേഴ്സ് സെഡ് ആക്സെപ്റ്റൻസിൽ ദാറ്റ് ഓക്കെ ഇത്രയും നമ്പർ ഓഫ് ട്രയൽസ് വിതൗട്ട് എനി പ്രോബ്ലംസ് ആയി കഴിഞ്ഞാൽ വി വിൽ ഇൻഡക്റ്റ്. സോ ഐ വാസ് ദെയർ ഇൻ ദ ഫ്ലൈറ്റ് ആസ് one of the person who was flying. ബാക്കി എല്ലാ ടൈമിലും ഐ ഹാഡ് ടു റിയലി കൺവിൻസ് ദം. ഓക്കെ, പക്ഷെ ആ ഫ്ലൈറ്റ് വാസ് സോ ഫ്ലോലെസ്. കാരണം ഒഫീഷ്യൽ ഹു വാസ് ഫ്ലൈയിങ് ഹി കെയിം ഡൗൺ ആൻഡ് സെഡ് കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെ ബോസസും പറഞ്ഞു ക്യാബ്സ് ഹാസ് മെയ്ഡ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഞാൻ പലപ്പോഴും ഓരോ ടോക്കിൽ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം, ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നുള്ള സന്തോഷമാണ്. You really feel it. I think it's just a moment to cherish. So it is really really memorable. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഓൺലി സിസ്റ്റംസ് ദാറ്റ് വി ആർ മേക്കിംഗ്. നമ്മൾ ഒരു എൻവയറമെൻ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു എക്കോ സിസ്റ്റം. നമ്മളെ ലാബിൽ ഇപ്പോൾ ഓരോ യങ്സ്റ്റർ ജോയിൻ ചെയ്യുന്നത് അവർക്കൊക്കെ ഒരു മാതൃകയാണ്, അവർക്കൊരു ഒരു എൻകറേജ്മെൻ്റാണ്. അപ്പോൾ അവരെന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഒരു ലെവലിൽ. പിന്നെ ബാക്കി ഇൻഡസ്ട്രീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ ഇൻഡസ്ട്രീസ് വെരി നെസൻ സ്റ്റേജിലാണ്. അവരിനി നമ്മൾ ഉയർത്തി വരികയാണ് വിത്ത് എക്സ്പീരിയൻസ്. ഓൾ ഓഫ് എസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, ലേണിംഗ് ടുഗെദർ, ഗ്രോയിങ് ടുഗെദർ. സോ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ദാറ്റ് eventually it is not one person or one agency, it is the whole of nation approach which is actually you have developed as part of this whole exercise or the journey of Netra. അപ്പോൾ ഈ നമുക്ക് ആദ്യമൊന്നും ഒരു തോക്കുണ്ടാക്കാനുള്ള അനുമതി പോലും സ്വകാര്യ മേഖലയ്ക്ക് നൽകിയിട്ടില്ലായിരുന്നു. ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് നല്ല പങ്കാളിത്തമുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും ബാലക്കോട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആത്മനിർഭർ ഭാരത് ഇത് എത്രത്തോളം നമ്മൾ മുന്നേറി ഇതിൽ? ഇപ്പോൾ നമുക്ക് പണ്ട് ഇപ്പോൾ ഒരു ക്യാബ്സിൽ തന്നെ ഒരു പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് 6 പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ തന്നെ എല്ലാ ലാബ്സിലും ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് പീപ്പിൾ കൂടുന്നില്ല. അപ്പോൾ ടു മാനേജ് ദാറ്റ് വി നീഡ് ടു ഗ്രോ. ആൻഡ് അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഓൺലി ലോഡ് വിതിൻ ദ DRDO or within government, we are considering the industries as our extended arm. So നമ്മളിപ്പോൾ ഈ ജനറേഷൻ പ്രൊജക്ട്സിൽ അവർ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ട് അവർ ദേ വിൽ ലേൺ എങ്ങനെയാണ് ഫർദർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്രൊജക്ട്സ് ആൻഡ് പ്രൊഡക്ട്സ് ഐ എം ഷുവർ ദേ വിൽ ബി ഏബിൾ ടു ഡു ദംസെൽസ്. അപ്പോൾ ആ സമയത്ത് DRDO ഷുഡ് വർക്ക് ഓൺ ന്യൂ ടെക്നോളജീസ്, ഓക്കെ, ആൻഡ് ബി ദ ടെക്നോളജി ലീഡർ ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു എയിം വെച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ അത് എപ്പോഴാണ് പറ്റുക? ഓൺലി വെൻ വി ഗീവ് ദ പ്രൊഡക്ട്സ് ഓൾ ദ ലേണിങ്സ് ടു ദ ഇൻഡസ്ട്രി നൗ ആൻഡ് മേക്ക് ദം ഗ്രോ. പിന്നെ അവർക്ക് വൺ മോർ അഡ്വാൻറ്റേജ് ഉള്ളത് അവർക്ക് ഹയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ
ഈ ഒരു ഫീൽഡിൽ ദേ വാണ്ട് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ക്യാൻ ഗോ ആൻഡ് ഹയർ ഇമ്മീഡിയറ്റ്ലി. പക്ഷെ നമ്മുടെ പ്രോസസ്സ് റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അത് പറ്റുന്നില്ല. പിന്നെ വല്ല പ്രൊക്യൂർമെൻറ്റ് കേസസ് അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നോളജ് കൊടുത്താൽ എക്സിക്യൂഷൻ അവർക്ക് വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും. സോ വി ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് മേക്ക് ഇൻ ഇന്ത്യ വെയർ ഇറ്റ് വാസ് എയിംഡ് ഫോർ മാനുഫാക്ചർ ഇൻ ഇന്ത്യ. പക്ഷേ ഇപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ഫർദർ ആൻഡ് സെയിങ് ഡിസൈൻ ഇൻ ഇന്ത്യ, മാനുഫാക്ചർ ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്, സോ ദാറ്റ് വി ക്യാൻ ലുക്ക് അറ്റ് എക്സ്പോർട്സ് ഓൾസോ. അപ്പോൾ ഡിഫൻസ് ഇമ്പോർട്ടിൽ നിന്ന് നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇപ്പോൾ ഇത് മാം പറഞ്ഞത് DRDOയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ യൂസേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഈ ആത്മനിർഭർ ഭാരതിന് എത്രമാത്രം അംഗീകാരം നേടിത്തന്നു ഈ വിജയങ്ങൾ? ഈ വിജയങ്ങൾ കാരണം ഇൻഡസ്ട്രീസിന് നമ്മുടെ പ്രൊജക്ട്സ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, കൈൻഡ് ഓഫ്. പിന്നെ സ്റ്റാർട്ടപ്സ്, കാരണം ഗവൺമെൻറ് നന്നായിട്ട് സ്റ്റാർട്ടപ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാർട്ടപ്സ് ഗ്രോ ചെയ്താൽ ദേ ഹാവ് ദ കേപ്പബിലിറ്റി. കാരണം മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ടപ്പുകൾക്കായിട്ടൊരു ഫണ്ടും കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ പ്രത്യേകിച്ചുണ്ട്. ഡിഫൻസിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്സിന് കുറേ ഇത് കൺസെഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ്. ആൻഡ് പിന്നെ സ്റ്റാർട്ടപ്സ് എന്ന് വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് എവറി ടൈം ദേ വിൽ സക്സീഡ്. കാരണം R&D എന്ന് പറയുമ്പോൾ സക്സസ് ഈസ് നോട്ട് 100%. എന്നാൽ പിന്നെ R&D അല്ല, ദാറ്റ് ബിക്കംസ് പ്രൊഡക്ഷൻ. സോ ആ ഒരു മൈൻഡ് സെറ്റ് വേണം. കുറച്ച് ഫൈനാൻഷ്യൽ ആംഗിൾ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് ഉടനെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ല. But that should not be considered as a negative point, because even if you know that this approach has not worked, that is also a learning. So that if you document that, then വേറെ ആരും ആ വഴിയിലൂടെ പിന്നെ പോവില്ല. So even a failure in R&D is to be encashed in terms of what not to do. Okay, I think ആരോ പറഞ്ഞിട്ടുണ്ട്, from my failures don't say that it is a failure. I have learned 10,000 ways of how it will not work. So that is also a learning. അപ്പോൾ അങ്ങനെ. സോ ആ സ്റ്റാർട്ടപ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. കാരണം ഒന്നാമത് വെരി യങ്സ്റ്റേഴ്സ് ദേ ഹവ് ജോയിൻഡ് വിത്ത് ന്യൂ ഐഡിയാസ്. അങ്ങനെയൊക്കെ ഓരോ എൻകറേജ്മെൻറ്റ് കൊടുത്താലേ ന്യൂ ബ്ലഡ് വിൽ കം ഇൻ ടു ദ ഹോൾ എക്കോസിസ്റ്റം ആൻഡ് ന്യൂ ഐഡിയാസ് വിൽ ഓൾസോ കം. നമുക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ, ബാലക്കോട്ട് ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, അതിൽ നിന്ന് പങ്കുവെക്കാവുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അത് ഭാവിയിലേക്ക് എന്തൊക്കെ മുന്നറിയിപ്പുകളും തരുന്നുണ്ട്? അതിപ്പോൾ ഞാനിപ്പോൾ ബാലക്കോട്ട്, ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ യുക്രൈൻ അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ എല്ലായിടത്തും ഇപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. ലൈക്ക് യുക്രൈൻ വാറിൽ they used mobiles to send the data, and it is, I mean, see, once it is, it's no more secret. അപ്പോൾ എത്ര ചീപ്പായിട്ട് എല്ലാവർക്കും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത് they could do. They are using social medias, okay, to actually use. അതൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന അപ്രോച്ച് ചെയ്യല്ല. പിന്നെ അസിമെട്രിക് വാർഫെയർ. ഒരു വലിയ എന്താണ് കോസ്റ്റ്ലി ഫൈറ്റർ എയർക്രാഫ്റ്റിനെ നമ്മൾ ഒരു വളരെ സാധാരണമായ വളരെ ലോ കോസ്റ്റ് ഡ്രോൺ വെച്ചിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യണം. കാരണം ഒരു 2-3 ഡ്രോണോ അല്ലെങ്കിൽ ഈവൻ 10 ഡ്രോൺസിനെ നമ്മൾ അയച്ചാലും ദാറ്റ് ഈസ് മച്ച് മോർ കോസ്റ്റ് എഫക്റ്റീവ് ദാൻ ഹാവിങ് 2 ഫൈറ്റേഴ്സ് ആൻഡ് ദെൻ ഡോഗ് ഫൈറ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഇറ്റ് ഇസ് ഓൾ BVR മിസൈൽസ് ആൻഡ് ബിയോണ്ട്. ആൻഡ് എത്രയും നമ്മൾ പണ്ട് we used to think of penetrating into the adversaries and then doing the war, but these conflicts have now shown us that you can be in your own territory and you can do. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഈ ടെക്നോളജി മാത്രമല്ല, സോ ഇറ്റ് ഈസ് ഓൾ നൗ ഡാറ്റ സെൻട്രിക്. ഓക്കെ, വൺ ഈസ് കൈനമാറ്റിക് വെച്ച് അല്ലെങ്കിൽ മാനുവറബിലിറ്റി ഒക്കെ വെച്ചിട്ട് പകരം നൗ ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ ഡെത്ത് ഓഫ് ഫൈറ്റേഴ്സ് ഓർ എനിത്തിങ്, ബിക്കോസ് ആ ഒരു എയർ സുപ്പീരിയോറിറ്റി കിട്ടിയാൽ വി ഷുഡ് ബി സ്റ്റിൽ ഏബിൾ ടു യൂസ് ഓൾ ദീസ്. അപ്പോൾ എയർ സുപ്പീരിയോറിറ്റി കിട്ടുന്നിടം വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും ആയിരിക്കും. സുപ്പീരിയോറിറ്റി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ
കൂടുതൽ അത് ആൾക്കാരുള്ള മെയിൻലി ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇങ്ങനെയാണ് ഒരു ഫിലോസഫി വരുന്നത്. വരുന്നത്. പിന്നെ റെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസേഴ്സ് ഹൗ ദേ വാണ്ട് ടു ഡിപ്ലോയ്. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ വാർസിൽ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ഒരു ആദ്യ ദിവസം നമുക്കൊരു സെറ്റ് ബാക്ക് കാരണമായ എന്ന് പറയപ്പെടുന്ന പല റിപ്പോർട്ട്സിലും കാണുന്നുണ്ട്. ചൈനയുടെ ഒരു PL-15 അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ചൈന ഇപ്പോൾ. കാരണം പിന്നീട് നമ്മൾ അതിനെ നേരിട്ടതും ഒക്കെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത വെർഷൻ പാകിസ്ഥാന് കൈമാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇന്ത്യ എന്തൊക്കെ മുന്നോട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം നേരത്തെ പാകിസ്ഥാന് പിന്നിൽ ചൈനയായിരുന്നു. ഇപ്പം നമുക്ക് ഒരു ശത്രുവും കൂടി ഉണ്ട്, തുർക്കിയും കൂടെ. അതും നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വെളിവായി. അപ്പോൾ ഒരു ഈസ്റ്റേൺ സൈഡിൽ നിന്ന് നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ചൈനയുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് മോഹങ്ങളും അവിടെ വെസ്റ്റിൽ നിന്ന് തുർക്കിയുടെ അധിനിവേശ മോഹങ്ങളും. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് DRDO മുൻകൂട്ടി കാണുന്നത്? ഇതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിരോധ കവചം ഒരുക്കുന്നത്? ഇപ്പോൾ ഏത് കൺട്രിയിൽ നിന്ന് ഏത് കൺട്രിയിലേക്കെന്ന് മീൻസ് ഇറ്റ്സ് നോട്ട് ഇൻ മൈ സ്കോപ്പ്. പക്ഷേ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ ടു ഫ്രണ്ട് വാർ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇറ്റ് കുഡ് ബി ഓൾസോ ഇപ്പോൾ മോളിൽ നിന്നുള്ളത് ഒരു 3 ഫ്രണ്ട് വാർ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടാക്കണം, അതാണ് DRDOൻ്റെ തോട്ട് പ്രോസസ്സ്. പിന്നെ ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെസൺസ് നമ്മൾ ലേൺ ചെയ്തത് വെച്ചിട്ടാണ് ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഹാസ് ഓൾസോ ബീൻ ക്വൈറ്റ് സക്സസ്ഫുൾ. 3 ഫ്രണ്ട് വാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നേത്രയ്ക്ക് ഇപ്പോൾ 240 ഡിഗ്രീസ് ആണ് ഐദർ വേ ആണ് കവറേജ് ഉള്ളത്. ഇപ്പോൾ പുതിയത് നമ്മൾ Mark 2 ഉണ്ടാക്കുന്നത് വി ഹാവ് എൻഹാൻസ്ഡ് ഇറ്റ് ഫോർ 300 ഡിഗ്രീസ് സോ ദാറ്റ് കുറച്ചും കൂടി ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി. സോ ദോസ് ആർ ദ കേപ്പബിലിറ്റീസ്. പിന്നെ അത് എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നത് ഇറ്റ് ഈസ് സർവീസസിൻ്റെ ലുക്കൗട്ടാണ്. അവർ ജോബ് ഈസ് ടു മേക്ക് സിസ്റ്റംസ് വിത്ത് ആസ് മച്ച് കേപ്പബിലിറ്റി ദാറ്റ് ഈസ് പോസിബിൾ വിതിൻ ദ കൺസ്ട്രെയിൻസ് ഓഫ് ദ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസിലാണെങ്കിലും ഇറാൻ അമേരിക്കയെ തിരിച്ചാക്രമിക്കുന്നതിന് പകരം ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളെയാണ് ആക്രമിച്ചത്. അപ്പം യുദ്ധത്തിൻ്റെ ആ ഒരു രീതി തന്നെ മാറുകയാണ്. അപ്പോൾ അതും നമുക്കൊരു ഭീഷണിയാണ്. കാരണം അയലത്തെവിടെങ്കിലും യുദ്ധം നടന്നാലും ഇങ്ങനൊരു ഭീഷണിയും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 360 ഡിഗ്രി പ്രൊട്ടക്ഷനാണ് വേണ്ടത്. അതെ. സോ വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ സിസ്റ്റംസ് ടു മീറ്റ് സച്ച് ക്രൈറ്റീരിയ. പിന്നെ വേറൊരു സാധനം നമ്മൾ ഈ ലെസൺസ് ലേണിൽ വരുന്നത് വി ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡൻ്റ് ഓൺ ഫോറിനേഴ്സ്. ഇപ്പോൾ ഈ ഓരോ ഫോറിൻ ഐറ്റംസ് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇസ്രയേലിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ അവിടെയും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് അവരുടെ ഇൻഡസ്ട്രീസ് ആർ ആക്ച്വലി ബിസി വിത്ത് ദെയർ ഓൺ സിസ്റ്റംസ് ഡെവലപ്പ്. അപ്പം നമുക്ക് ഒരു സെക്കൻഡ് പ്രയോറിറ്റിയാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ഇൻഡിജിനസ് സിസ്റ്റംസ് ആകുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് വിൽ ഫസ്റ്റ് സപ്പോർട്ട് അവർ ഓൺ സർവീസസ്. അപ്പോൾ മോർ ആൻഡ് മോർ ഇൻഡിജിനസ് സിസ്റ്റംസ് ഈസ് വാട്ട് ഈസ് അനദർ ലെസൺ ദാറ്റ് വി ആർ ലേണിംഗ്. കാരണം ആ സമയത്ത് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്തിട്ട് കുറേ നമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ഒരു ഇൻഡിജിനസ് ഓപ്ഷൻ മാത്രമേ തരുള്ളൂ. ഇപ്പോൾ ഡേറ്റ അധിഷ്ഠിത യുദ്ധമുറകൾ ഇപ്പം മാം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൂടുതൽ ഈ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഭാവിയിലെ യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ നമുക്ക് AI ഇപ്പോഴും നമ്മൾ എങ്ങും എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. വെസ്റ്റാണ് വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വായിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധ സമയത്തൊക്കെ GPS ഓഫ് ചെയ്തിട്ടുണ്ട് US എന്ന് നമുക്ക് തരാതെ. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന നമ്മളെ സ്പൂഫ് ചെയ്തെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ AI സ്വന്തമായിട്ട് GPS സംവിധാനത്തിലേക്കൊക്കെ എത്രമാത്രം മുന്നേറാൻ കഴിയും? ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ന്യൂസ് ഉണ്ടായിരുന്നു AI ലിമിറ്റ് ചെയ്യുന്നത് US കമ്പനീസിന് മാത്രമായിട്ട്. ആക്ച്വലി നമ്മൾ ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ AI മോഡൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. ഇപ്പോൾ നമ്മൾ അവർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആർ ഓൾ എയർ ഗ്യാപ്ഡ് എന്ന് പറഞ്ഞാൽ വി ആർ നെവർ കണക്റ്റഡ് ടു ദെയർ ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്ക് അവരുടെ സിസ്റ്റംസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല എക്സെപ്റ്റ് ഫോർ എനി ഡെവലപ്മെൻറ്റ് ഓർ ഓഫ്ലൈൻ. അത് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ മോഡൽസ് തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ മെയിൻ ചാലഞ്ചായിട്ട് വരുന്നത് ഇപ്പോൾ എയർബോൺ സിസ്റ്റംസിന്
സർട്ടിഫിക്കേഷൻ ഓഫ് AI സിസ്റ്റംസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ചാലഞ്ച്. അത് നമ്മുടെ സെമിലാക്ക് അതിനുള്ള വേണ്ടിയിട്ടുള്ള ന്യൂ പോളിസീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട്. പിന്നെ AI എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ AI യൂസ് ചെയ്യണം, എവിടെ AI യൂസ് ചെയ്യരുതെന്ന് നമുക്ക് നന്നായിട്ട് അറിവ് വേണം. എല്ലായിടത്തും AI തന്നെ യൂസ് ചെയ്യണമെന്ന് ചിലപ്പോൾ കൺവെൻഷണൽ സൊല്യൂഷൻസ് അൽഗോരിതംസ് വിൽ ഗീവ് ബെറ്റർ സൊല്യൂഷൻസ് ദാൻ AI. കാരണം AI ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാറ്റ ദാറ്റ് യു ഹാവ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് ദ മോഡൽ. അത് ഓൾ ടൈപ്പ് ഓഫ് ഓൾ കേസസ് ആർ നോട്ട് കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു അൺനോൺ സിനാരിയോയിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മേ നോട്ട് ബി വെരി അക്യുറേറ്റ്. പക്ഷേ നേരെ മറിച്ച് ഡിറ്റർമിനിസ്റ്റിക് ഫിസിക്സ് ബേസ്ഡ് മോഡലിംഗ് ആകുമ്പോൾ ഇറ്റ് വിൽ ഓൾവേസ് ബി റൈറ്റ്. സോ ഇറ്റ് ഈസ് ടു ബി എ മിക്സ് ആൻഡ് മാച്ച് ഓഫ് ബോത്ത്. പിന്നെ കഴിയുന്നതും ഫോർ ഡിഫൻസ് വി ഷുഡ് ഹാവ് അവർ ഓൺ AI models, but we can always learn what is happening, and then our thinking process should be adapted to what is needed by India. അപ്പോൾ അങ്ങനെ ഒരു ജോയിൻറ്റ് ഹൈബ്രിഡ് അപ്രോച്ച് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റ്ലി ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ എനി ടൈം ദേ ക്ലോസ് ദെൻ വി ഡോണ്ട് നോ വാട്ട് ടു ഡു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേറെ വല്ലവരുടെയും സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കാരണം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ how it has been done than only what it has been done. So how and why എന്നറിയാതെ we cannot use the systems. ഇപ്പോൾ നമുക്ക് യുദ്ധമുറകൾ, ഇപ്പോൾ മെക്കാനിക്കൽ വാർഫെയറിൽ നിന്ന് നമ്മൾ ഏരിയൽ വാർഫെയർ, പിന്നീട് ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് പോകുന്നു. ഈ ഭാവിയിലെ യുദ്ധ ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിരിക്കും എന്നൊക്കെ പറയുന്നു. അതും കഴിഞ്ഞാൽ പിന്നെ സൈബർ ആയിരിക്കും. അപ്പോൾ ഈ ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് തടസ്സം വരുന്നുണ്ടോ? കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടേമിലായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഫലപ്രാപ്തിയിലെത്തുമ്പോഴത്തേക്ക് വേറെ ടെക്നോളജി ആയി കഴിയും. അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഐ വിൽ നോട്ട് സേ ദാറ്റ്. കാരണം ഇപ്പോൾ ഓരോ മേഖലയിലും നമ്മൾ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾവേസ് യൂസ്ഫുൾ. ഇപ്പോൾ മെക്കാനിക്കൽ ഫുള്ളി ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് വാർഫെയറിൽ പോവുകയാണെങ്കിലും വാട്ട് വി ഹാവ് ലേൺഡ് ഹിയർ, ആ പോളിസീസ്, ആ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ നമുക്ക് അവിടെയും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ക്യാൻ ഗോ ടു ഫുള്ളി ഇലക്ട്രോണിക് വാർഫെയർ വിതൗട്ട് നോയിങ് വാട്ട് ഹാസ് ബീൻ ഡൺ ഹിയർ. പിന്നെ ഒരിക്കലും ഒരു സൊല്യൂഷൻ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഇറ്റ് ഹാസ് ടു ബി അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ്. സോ ഇറ്റ് ഹാസ് ടു ബി അഡാപ്റ്റീവ്. ഓക്കെ, ചില സമയത്ത് ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത് സപ്പോസ് അഡ്വേഴ്സറിയുടെ ടാർഗറ്റിൻ്റെ അടുത്താണെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ് ഡൂയിങ് എനി അതർ തിങ്. ഇറ്റ് ഈസ് മെക്കാനിക്കൽ, നോർമൽ ഷൂട്ട് ആൻഡ് ഫയർ ആണ്, ഫയർ ആൻഡ് ബെസ്റ്റ്. സോ അതിപ്പോൾ നമ്മൾ AI എന്ന് പറഞ്ഞിട്ട് AI ക്യാൻ ഓൺലി ടെൽ വെയർ ടു ഡു. നമുക്ക് ഫൈനലി ഹിറ്റ് ചെയ്യണമെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റം ഇല്ലാതെ പറ്റില്ല. സോ എവറി ഫീൽഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ടു ടേക്ക് ദാറ്റ് ഇൻ ടു അക്കൗണ്ട്. ഞാനൊരു കോളേജിലെ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിലുണ്ട്. അപ്പോൾ ഒരു എന്താണ് സെക്ഷൻ A ടു സെക്ഷൻ K AI ആണ്. ഞാൻ പറഞ്ഞു വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് അബൌട്ട് അതേഴ്സ്? ഇല്ല, അതിന് സ്റ്റുഡൻസ് വരുന്നില്ല എന്ന്. ഞാൻ സെഡ് എത്ര നമ്മൾ എന്ത് AI പഠിച്ചാലും നമുക്ക് ഫൈനലി ഇപ്പോൾ ഒരു ആൻറ്റിന ഉണ്ടാക്കണമെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രോ മാഗ്നറ്റിക് എല്ലാം അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. AI cannot do that. So we have to think beyond and apportion that this many seats has to be given for all fields. അല്ലെങ്കിൽ നമ്മൾ we will be again like a user of some technology and not the developer of whole technology. But the domain specialists are required. അപ്പോൾ ഒരു ഫീൽഡിൽ നമുക്ക് എക്സൽ ചെയ്തിട്ട് നമുക്ക് നേഷനെ നന്നാക്കാൻ പറ്റില്ല. വി ഹാവ് ടു ബി ഇൻ മൾട്ടി ഡിസിപ്ലിൻസ്, വി ഹാവ് ടു ബി എക്സ്പേർട്സ്. ഇപ്പോൾ മാം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഡിഫൻസ് ടെക്നോളജീസ് മുഴുവൻ ഇൻഡിജിനസ് ആക്കുന്നതെന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ശ്രമകരമാണെന്ന്. യെസ്, ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദാറ്റ്. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആ സാക്രിഫൈസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഫ്രം ഫ്രീഡം, ദാറ്റ് ഈസ് വാട്ട് ദേ ഹവ് ഡൺ ഈസ് വാട്ട് വി ഹാവ് ടു ഡു ഫോർ ഫ്രീഡം ഫ്രം ഇമ്പോർട്ട്. കാരണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ സംബഡി. പിന്നെ
അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ അവരുടെ അടുത്ത് തന്നെ പോകണം. ദെൻ ദ മണി ദാറ്റ് വി ആർ സ്പെൻഡിങ് ഈസ് റിയലി നോട്ട് വാല്യൂ ഫോർ മണി. സോ വി ഹാവ് ടു ടൈറ്റൻ അവർ ബെൽറ്റ് ആൻഡ് വർക്ക് ഹാർഡ്, സാക്രിഫൈസ് ലൈക്ക് വാട്ട് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ഡിഡ് ടു ഗെറ്റ് ദ ഫ്രീഡം. സംഘർഷ അവസ്ഥകളിൽ നമുക്ക് സൈബർ സുരക്ഷയും വളരെ പ്രധാനമാണല്ലോ. വളരെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ സയൻസ് ടോക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അജയ് ചൗധരി തന്നെ പറഞ്ഞു ഈ ക്യൂ-ഡേ ത്രെറ്റിനെ കുറിച്ച്, പ്രത്യേകിച്ചും ചൈനയിൽ നിന്ന്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡ് ആണ്? ആക്ച്വലി ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നത് വേറൊരു ക്ലസ്റ്ററാണ്. പക്ഷേ ആസ് എ യൂസർ ഞങ്ങളുടെ എല്ലാ സിസ്റ്റംസും ഇറ്റ് ഈസ് എയർ ഗ്യാപ്ഡ്. അപ്പോൾ വി ആർ നോട്ട് അലൗഡ് ടു പുട്ട് എനിത്തിങ് ഓൺ ദ തിങ്. അപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ഇല്ല. പിന്നെ സോ വി ആർ ഓൾ വർക്കിംഗ് ഇൻ എ പ്രൊട്ടക്റ്റഡ് എൻവയറമെൻറ്റ് എന്ന് പറയാം. പക്ഷേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെൻ വി ഗോ ഇറ്റ് ദെൻ ദ പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദാറ്റ് ക്ലസ്റ്റർ ആൻഡ് ഇറ്റ് ഈസ് ഓൾ ദ ലെവൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ അസ് ടു മെയിൻറ്റെയിൻ. പക്ഷേ എന്നാലും അറ്റാക്സ് ആർ ദെയർ, ദാറ്റ് ഈസ് വേൾഡ് വൈഡ്. കാരണം ഇതിപ്പോൾ എന്താണ്, വൺ സൈഡ് നമ്മൾ പ്രൊട്ടക്ഷൻ കൂട്ടുമ്പോൾ മറ്റേ സൈഡ് അറ്റാക്ക് എങ്ങനെ കൂട്ടാമെന്നുള്ളത് ഒരു വാർ മാതിരിയാണ് സൈബർ വാർ. സോ ദാറ്റ് വിൽ ഗോ ഓൺ ബിക്കോസ് ദാറ്റ് ഓൾസോ ഈസ് എ intellectual field. But we have to have mechanisms through policies on how to avoid the cyber attack. ഇതൊക്കെ പ്രതിരോധ രംഗത്തെ ബജറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കും? ബഡ്ജറ്റ് ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ DRDO എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം, ഏത് ഫീൽഡിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പ്രൊജക്ട് പ്രപ്പോസൽ കൊടുക്കുകയാണ്. ആ പ്രൊജക്ട് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് അവൈലബിൾ ഫോർ അസ്. അപ്പോൾ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ what you think of, how you conceive what you need to do. അത് വെച്ചിട്ട് put up the project proposal, പിന്നെ സാങ്ഷൻ ചെയ്താൽ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ അസ്. അപ്പോൾ ഞാൻ ഒരിക്കലും ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് കാണുന്നില്ല. ഇറ്റ് ഈസ് ദാറ്റ് സംടൈംസ് വി ആർ ourselves restricting. കാരണം നമ്മുടെ ഇക്കോസിസ്റ്റം ഈസ് നോട്ട് യെറ്റ് ഗ്രോൺ അപ്പ് ടു ഹാൻഡിൽ ദാറ്റ് കൈൻഡ് ഓഫ് ബഡ്ജറ്റ് ഇൻ ദാറ്റ് ഏരിയ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. മേ ബി ലേറ്റർ ഓൺ ഇറ്റ്സ് പോസിബിൾ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ടെക്നോളജി ഇല്ല, വി ഡോണ്ട് നോ വാട്ട് ടു ഡു. ആ സമയത്ത് നമ്മൾ 10,000 crores ഓഫ് പ്രോജക്റ്റ് എടുത്തിട്ട് കാര്യമില്ല. സോ വി ഹാവ് ടു കം അപ്പ് ടു സം ലെവൽ. സോ വി സ്റ്റാർട്ട് വിത്ത് എ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്ന് നമ്മൾ എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ വി പുട്ട് അപ്പ് എ മിഷൻ മോഡ് പ്രോജക്റ്റ് ഫോർ എ ഹയർ വാല്യൂ ആൻഡ് ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഗോ ഹെഡ്. സോ ഐ ഡോണ്ട് തിങ്ക് വളരെ വലിയ പ്രൊജക്ട്സൊന്നും നമ്മുടെ അടുത്ത് ആ എക്കോസിസ്റ്റം ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊജക്ട് പ്രപ്പോസൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ കുറച്ച് മുമ്പേ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു, നമ്മുടെ GDP ഒക്കെ ഇൻക്രീസ് ആയി വരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്ഥിതി വരുന്നത്. പക്ഷേ ഏർലിയർ ഓഫ് കോഴ്സ് ദെയർ വാസ് സം കൺസ്ട്രെയിൻസ്. പിന്നെ നമ്മുടെ ഫുൾ ഫണ്ട്സ് വേറെ മേഖലയിലും നമുക്ക് സ്പെൻഡ് ചെയ്യണം. സോ ഗവൺമെൻറ് നോസ് ബെറ്റർ വെയർ ടു ഗിവ്. സോ പക്ഷേ ഐ ഹാവ് നോട്ട് സീൻ എനിവെയർ ദാറ്റ് ദർ ഇസ് എ constrained on budget if the proposal is very strong. ഇപ്പോൾ ക്വാണ്ടം ടെക്നോളജീസ് ആണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പം അതിനെ ചൊല്ലി ക്വാണ്ടം റഡാർ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ക്വാണ്ടം സെൻസേഴ്സ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? DRDOയിലെ ഒരു യങ് സയൻറ്റിസ്റ്റ് ലാബ് ഈസ് വർക്കിംഗ് ഓൺ ക്വാണ്ടം ടെക്നോളജീസ്. അപ്പോൾ പിന്നെ ഇന്ത്യ ഹാസ് ഗോട്ട് ക്വാണ്ടം മിഷൻ. സോ മിഷനിൽ 4 എൻ്റെ അറിവുകളും 4 പില്ലേഴ്സാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. ഒന്ന് ഫോർ കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, പിന്നെ ക്വാണ്ടം സെൻസേഴ്സ്, പിന്നെ ഒന്നും കൂടി മെറ്റീരിയൽസ്, ക്വാണ്ടം മെറ്റീരിയൽസ് അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ക്വാണ്ടം റഡാർ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഈവൻ വേൾഡ് വൈഡ്, ഈവൻ ദോ ചൈന ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ന്യൂസ് ഐറ്റംസ്, ബട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഫോർ ലോങ് റേഞ്ച് വന്നിട്ടില്ല. തൽക്കാലം ഇപ്പോൾ ഡെവലപ്മെൻറ്റൊക്കെ ഞാൻ നെറ്റിൽ വായിച്ചനുസരിച്ചിട്ട് 10 meters അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ ഡിറ്റക്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ എ നെസൻറ്റ് ഫീൽഡ്. ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് സ്റ്റിൽ നോട്ട് യൂസ്, ബട്ട് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ദെയർ. വി നീഡ് ടു ഡു ലോട്ട് ഓഫ് വർക്ക്. ടെക്നോളജീസ് ഹാവ് ടു ബി built to see that we can develop radars of that caliber. പിന്നെ ഇപ്പോൾ ഈ GPS ഡിനൈഡ് എൻവയറമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദർ അഗെയിൻ ക്വാണ്ടം നാവിഗേഷൻ സെൻസേഴ്സ് അതിൻ്റെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഇപ്പോൾ വരുന്നത്.
So it is certainly a field which can be looked into. പിന്നെ അതിനും if you see there are other opinions also provided. അത്രയ്ക്ക് ജസ്റ്റിഫയബിൾ അല്ല, അത്രയ്ക്ക് ഇതില്ല, പക്ഷേ ദർ ഈസ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഇത് GPS ഡിനൈഡ് സിറ്റുവേഷൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഡിഫൻസ് രംഗത്ത് സ്പേസ് സപ്പോർട്ടും അനിവാര്യമാണല്ലോ. അപ്പോൾ ഈ DRDO ഇസ്രോ സിനർജി എത്രമാത്രം ഇക്കാര്യത്തിലുണ്ട്? അതുപോലെ ഈ നാവിക് സജ്ജീകരണങ്ങൾ ഇപ്പോൾ എത്രത്തോളം നിർണായകമാണ്? ഓപ്പറേഷൻ സിന്ദൂറിൽ അത് ഉപയോഗിച്ചു എന്ന് കേട്ടു. പക്ഷെ ഇപ്പോൾ പല റിപ്പോർട്ട്സും പറയുന്നു നമുക്ക് ഈ നാവിക്കിൽ വേണ്ട സാറ്റലൈറ്റ്സ് റീപ്ലേസ് ചെയ്തിട്ടില്ല, ഫങ്ഷനിങ് അല്ല എന്നൊക്കെ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടുന്നത്? ഇപ്പോൾ GPS ഡിനയൽ ഈസ് എ പ്രോബ്ലം. അപ്പോൾ അത് രണ്ട് സ്ഥലത്തുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഈ ജാമിങ് ചെയ്യുമ്പോൾ വി ക്യാൻ ഹാവ് ആൻറ്റി ജാം സിസ്റ്റംസ്. അത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി പുട്ട് ഓൺ ദ പ്രോഡക്റ്റ്. അപ്പോൾ ദാറ്റ് ഈസ് വൺ വേ ഓഫ് അവോയ്ഡിങ്. പിന്നെ വേറെ അല്ലാതെ നമ്മൾ ഈ ടെറൈൻ ബേസ്ഡ് മാപ്പിംഗ് വെച്ച് INSസും അതും കൂടി യൂസ് ചെയ്തിട്ട് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ വർക്ക് ബെറ്റർ ദാൻ ഇൻ എ GPS ഡിനൈഡ് എൻവയറമെൻറ്റ്. പിന്നെ നാവിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ISRO had a setback, but I'm sure they know the technologies, they will launch the satellites, and it is just a matter of time. When a Navik vannal, then we should be able to have our own constellation and our own scheme to see that we don't enter into situation of GPS denial. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ടെക്നോളജീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. We should have backup plans, multiple, and we should be... ഇപ്പോൾ വളരെയധികം സാധ്യത ഒരു വലിയ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ചൈനയുടെ ഡെയ്ബോ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ. ഇതിൻ്റെ പ്രയോജനം പാകിസ്ഥാനും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്? അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ബെറ്റർ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയാൽ ആ ഒരു ചാലഞ്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് ചൈന ഹാസ് ഗിവൻ, they have got an advantage. പക്ഷേ we are not far. We will be able to surely make it. And till then we have other solutions. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി. So we are working on all those, and then നമുക്ക് DRDOക്ക് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ അത് ഒരു ഫുൾ നേഷൻ ലെവൽ സ്കെയിലല്ല, ഓരോ സിസ്റ്റം ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സ്വകാര്യ മേഖലയുടെ കുറിച്ചൊരു പങ്കാളിത്തം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ ഇൻഡസ്ട്രി അക്കാദമിയ റിലേഷൻ എത്രമാത്രം മെച്ചമാണ്? ഈ ലാബുകളിൽ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വേഗത്തിൽ നിർമ്മാണശാലകളിൽ എത്തുന്ന രീതിയിൽ ഇപ്പം DRDO, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്ക് തമ്മിലുള്ള ഒരു സിനർജി എത്രമാത്രമാണ്? ആക്ച്വലി ഇപ്പോൾ DRDO രണ്ട് ടൈപ്പ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മുന്നിട്ട് ഒന്ന് ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ ടെക്നോളജീസ് ഈസ് ആക്ച്വലി സ്റ്റിൽ അണ്ടർ റിസർച്ച് എവരിവെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വി ഷുഡ് ബി ഏബിൾ ടു കം അപ്പ് ടു ടെക്നോളജി റെഡിനെസ് ലെവൽ ഓഫ് 2 or 3. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ട് വി ഡു ഇസ് വി പാർട്ട്ണർ വിത്ത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം ദേ ഹാവ് ദാറ്റ് കേപ്പബിലിറ്റി ആൻഡ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് നിഷ് ടെക്നോളജീസ്. പിന്നെ അവരുടെ കൊളാബറേഷൻ വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആകുമ്പോൾ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഫോറം. പിന്നെ PhDs ചെയ്യുമ്പോൾ ദേ ആർ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ടോപ്പിക് ഓൺലി. അപ്പോൾ DRDO പാർട്ട്നേഴ്സ് വിത്ത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഒബ്റ്റെയിൻ ദ ടെക്നോളജി റെഡിനെസ് ലെവൽ അപ് ടു 2 or 3. അത് കഴിഞ്ഞിട്ട് ദെൻ നെക്സ്റ്റ് ലെവൽ 3-4 വി ഓൾസോ ഡു സം തിങ്സ്. പിന്നെ അത് നമ്മൾ പ്രൊഡക്ഷനൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇൻഡസ്ട്രീസ്. കാരണം DRDO doesn't have the manufacturing facilities that is required. So we are dependent on industries. And industries, because they also have collaboration with other places, and they are also developing or producing things for global market. So their facilities and processes are worth imbibing. So DRDO is actually collaborator with academics to come up to this TRL level, and then with the industries to make it as a product. All this based on what the users want. So we conceptualize from what the users want to come up to this and see that the product is developed and delivered to the users. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയും വളരണമല്ലോ. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലെ ആദ്യ ദിനങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഡ്രോണുകളിൽ
ചൈനീസ് ചിപ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അതൊക്കെ മാറ്റി DRDOയുടെ മാത്രം തന്നെ ഉപയോഗിച്ചതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? അതൊരു ചലഞ്ചാണ്. പക്ഷേ ടൈംലി ഗവൺമെൻറ് ഹാസ് ടേക്കൺ ആക്ഷൻ, കം ഔട്ട് വിത്ത് എ സെമി കണ്ടക്ടർ മിഷൻ, ആൻഡ് ദ ഫണ്ടിങ് ദാറ്റ് ദേ ഹാവ് പ്രൊവൈഡഡ്, മെനി ഇൻഡസ്ട്രീസ് ആർ ആക്ച്വലി സ്റ്റാർട്ടഡ് ദ മാനുഫാക്ചറിങ് ഹിയർ. പിന്നെ DRDOൻ്റെ തന്നെ ഫാബ്രിക്കേഷൻ യൂണിറ്റ്സ് ഉണ്ട്. സോ വി ആർ not to the level of what is there abroad, but we have started, and I think the day is not far where we need not depend on the foreign units on this. So അങ്ങനെ വരുമ്പോൾ basically the chips can be from our side, so we are not dependent. പിന്നെ വേറെ ഒന്ന് വരുന്നത്, ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ബോർഡ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഡിഫൻസിന് മാത്രം വരുമ്പോൾ വളരെ കുറച്ച് യൂട്ടിലൈസേഷനേ ഉള്ളൂ. പിന്നെ അത് ആ റഗഡ് ലെവലിൽ നമ്മൾ ആ ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. പക്ഷെ നേരെ മറിച്ച് കമേഴ്ഷ്യൽ ഫീൽഡിൽ ആ ബോർഡ്സൊക്കെ വളരെ അധികം നമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ബെറ്ററാണ്. ഇപ്പം നമ്മൾ എന്താണ് ഡിഫൻസിനായിട്ട് മാത്രം ഒരു ബോർഡ്സ് വെരി ലെസ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വരുമ്പോൾ അത് ഒരു വയബിൾ സൊല്യൂഷൻ അല്ല ഫോർ ദ ഇൻഡസ്ട്രീസ്. അപ്പോൾ വാട്ട് വി ഷുഡ് ബി ഡൂയിങ് പ്രോബബ്ലി ഈസ്, നമ്മളിപ്പോൾ ആദ്യം യൂസ് ദ മാർക്കറ്റിൽ അവൈലബിൾ റഗഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ സിസ്റ്റം പ്രൂവ് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോർഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സിസ്റ്റം കേപ്പബിലിറ്റി വരില്ല. പിന്നെ അത് നമ്മൾ യൂസേഴ്സ് ആ ഫുൾ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏതൊക്കെ ബോർഡ്സ് ആയിട്ടിച്ചാൽ അത് നമ്മൾ ഫുള്ളി ഇൻഡിജിനൈസ് ചെയ്യാൻ നോക്കുക. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ദാറ്റ് വിൽ പ്രോബബ്ലി വർക്ക്. അല്ലാതെ എല്ലാ ബോർഡ്സും നമ്മൾ ഇൻഡിജിനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക, അതിൻ്റെ ഡിസൈനും ഫാബ്രിക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് വെരി വെരി കോസ്റ്റ് എഫക്റ്റീവ്. So something like this we need to work out, which is good for the industries and for the institutes. ഇപ്പോൾ ഭാവിയിലെ ആകാശ പോരാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ ആംക പ്രോജക്റ്റ് ഏത് ഘട്ടത്തിലാണ്? അതുപോലെ തന്നെ ഇപ്പം ലോകം 6ാം തലമുറയിലേക്ക്, ഇപ്പോൾ അഡ്വാൻസ്ഡ് കൺട്രീസൊക്കെ 6ാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് DRDO ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? See, ഇപ്പോൾ 5th ജനറേഷൻ ആംക എന്ന് പറയുമ്പോൾ ആസ് യു നോ ഓൾറെഡി RFP ഫ്ലോട്ട് ചെയ്തിരിക്കുന്നു. സോ വി ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ്, സോ ഡിസൈൻ ഈസ് ഓൾറെഡി ഓവർ. RFPയിൽ ആരാണ് വരുന്നത് വെച്ചാൽ ദേ വിൽ ബി ഏബിൾ ടു മാനുഫാക്ചർ ഇറ്റ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ടൈം. പിന്നെ ചില ടെക്നോളജി ഇൻഫ്യൂഷൻസ് നമുക്ക് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഫേസ് വൈസ് വി ക്യാൻ ഓൾസോ ഗോ ഫോർ ഇൻഡിജിനൈസേഷൻ. ഇപ്പോൾ ഇൻ ദാറ്റ് ആസ്പെക്ട് ഇപ്പോൾ ആംകയിൽ തൽക്കാലം ഇമ്പോർട്ടഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു പ്രപ്പോസൽ ഈസ് ഓൾറെഡി ദെയർ വെർ വി ക്യാൻ ഗോ ഫോർ എ ഇൻഡിജിനസ് എഞ്ചിൻ. അത് സമയമെടുക്കും. ഇപ്പോൾ ഫസ്റ്റ് മേ ബി കുറച്ച് 1-2 സ്ക്വാഡ്രൺ ക്യാൻ ബി വിത്ത് ഇമ്പോർട്ടഡ് എഞ്ചിൻ. ഫർദർ എല്ലാം സാങ്ഷനായി വന്നാൽ വി ക്യാൻ ഗോ ഫോർ എ ഇപ്പോൾ ഇതിൽ ചില ഫീച്ചേഴ്സ്, 5th generation features we are typically incorporating so that our users will get a better facility. ഇപ്പോൾ ഇൻഡിജിനസ് എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ്, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് കുറേ പതിറ്റാണ്ടുകളായി. അപ്പോൾ എന്താണ് ആ പ്രോജക്റ്റ് എന്നും ഇപ്പം അത് ഏതുവരെ എത്തി, എന്താണ് അതിൻ്റെ അതിന് സിമ്പിൾ. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമായിരുന്നു, ഡിസൈനും ഡെവലപ്പ് ചെയ്യുമായിരുന്നു, LCA നമ്മൾ ഡിസൈനും ഡെവലപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ എഞ്ചിൻ ഉണ്ടാക്കുന്നത് ഈ LCAക്ക് വേണ്ടിയിട്ട്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്. പക്ഷേ LCA നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും വെയിറ്റ് വേണമെന്നാണ് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തത്. അപ്പോൾ ആ സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഫോർ ദ LCA ഈസ് ഓൾസോ നോൺ. അപ്പോൾ ഇതും ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് വെയിറ്റ് അധികമായി പോയി. So then this was no more usable for LCA. But that is not a setback. അപ്പം നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്, വേൾഡ് വൈഡ് ഇവർ ഈ കമ്പനി അത് ചെയ്തു, ഈ കമ്പനി അത് ചെയ്തു. ജസ്റ്റ് നമ്മൾ നെറ്റിൽ നോക്കിയാൽ മതി. ആ കമ്പനി ഹാസ് ടേക്കൺ 30 years ടു ഡെവലപ്പ് ഇൻഡിജിനസ് എഞ്ചിൻ, ആൻഡ് അവർ ചിലവഴിച്ചത് $2.5 billion ആണ്. നമ്മൾ കാവേരിക്ക് എത്ര കൊടുത്തു? 2,000 crores and odd rupees. ആൻഡ് ഓൾസോ 10 years. അപ്പോൾ ആ ഒരു സ്കെയിലിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ എന്നിട്ടും നമ്മുടെ സയൻറ്റിസ്റ്റ് ദേ ഹാവ് വർക്ക്ഡ് ആൻഡ് റെസിലിയൻറ്റ്. കാരണം
അവർ ആ കാവേരി ഉണ്ടാക്കിയത് ദേ ഹാവ് നൗ കൺവേർട്ടഡ് ഇൻ ടു കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ വിതൗട്ട് ആഫ്റ്റർ ബേണർ. അത് നമ്മൾ യുകാവിലേക്ക് യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ project. And this has now almost Kaveri dry engine is fully cleared. Almost all specs, everything is, and സർട്ടിഫിക്കേഷനും ആവാനുള്ള ചാൻസ് ഉടനെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ്ലി RPSL യൂസ് ചെയ്തു. അപ്പോൾ കാവേരി ഒരു ഫെയിലിയർ ആയിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കരുത്. നമ്മൾ കൊടുത്തത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വാട്ട് വി ഹാവ് ഗോട്ട് ഈസ് ദാറ്റ് വി ഹാവ് എ എഞ്ചിൻ നൗ ടുഡേ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ UCAV. ആൻഡ് UCAV എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എഞ്ചിനോ അതോ ഒരു പ്രൊഡക്റ്റോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോറിനിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രൈക്ക് UAV. സോ ഇൻഡിജിനസ് ആവാതെ ഒരു നിവൃത്തിയില്ല. സോ ദിസ് ഹാസ് ബീൻ എ വെരി ഗുഡ് സ്പിൻ ഓഫ് ഫ്രം കാവേരി പ്രോഗ്രാം. അതൊരു പ്രയോജനമായി വെരി അതെ. ഇപ്പോൾ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, സുദർശൻ ചക്ര, അത് ഏത് ഘട്ടത്തിലെത്തി? ഇപ്പോൾ അത് ഫിസിബിലിറ്റി കഴിഞ്ഞു. അത് ഇറ്റ് ഇസ് അഗെയിൻ ഇറ്റ്സ് ഒരു നേഷൻ അപ്രോച്ച് ആണ്. എന്താണ് സുദർശൻ ചക്ര? അതിപ്പോൾ ഫിസിബിലിറ്റി ആയിട്ടുള്ളൂ. സോ ഐ മേ നോട്ട് ബി ഏബിൾ ടു ഡിസ്ക്രൈബ്. അത് അപ്രൂവലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ദെൻ വി ക്യാൻ പ്രോബ്ലി ഡിസ്കസ് സം ടൈം. ഇപ്പോൾ നമുക്ക് ഈ ഒരു അടുത്ത 10 വർഷത്തേക്ക് DRDOയുടെ സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ മിഷൻ മോഡ് പ്രൊജക്ട്സ് ഉള്ളത് നമുക്ക് വി ഹാവ് ടു ക്ലിയർ. പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ന്യൂ ടെക്നോളജീസ്, ഈ എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് വാർ, ബാറ്റിൽ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒക്കെ വിത്ത് വി ആർ ഓൾസോ ട്രാൻസ്ഫോമിങ് അവർ സെൽസ് ഫ്രം കൺവെൻഷണൽ ടു ഗോ ഫോർ മോർ ഡാറ്റ ഡ്രിവൺ അങ്ങനത്തെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ട്. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ ഉണ്ടാക്കുന്ന ടെക്നോളജി ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഫ്രം ദ കോൺസെപ്റ്റ് ടു ഡെലിവറി ഈസ് ഷോർട്ടൻഡ് ടൈം ഫ്രെയിം. കാരണം ഇപ്പോൾ യൂസേഴ്സിന് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട് കുറേ കാലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അതിൻ്റെ ഇത് നഷ്ടമാണ്, അതിൻ്റെ റെലവൻസ് നഷ്ടമാണ്. അപ്പോൾ അതിന് വി ഷുഡ് സീ ദാറ്റ് വാട്ട് എവർ ടെക്നോളജീസ് വി ആർ ഡെവലപ്പിംഗ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ് വെരി ഫാസ്റ്റ്. അത് പറയുമ്പോഴാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ വൺ മോർ ലെസൺ ദാറ്റ് വി ഹാവ് ലേൺഡ് ഈസ് വി ഹാവ് ഗോട്ട് ദ കേപ്പബിലിറ്റി ടു ഡു വാട്ട് വി വാണ്ട് ഓൺലി. ഓക്കെ, നമ്മുടെ എയിം വാസ് ടു ഓൺലി ടാർഗറ്റ് എ ഫ്യൂ പ്ലേസസ് ആൻഡ് വി സ്റ്റാർട്ടഡ് ദാറ്റ് ആൻഡ് വി എൻഡഡ് ഇറ്റ് ക്വിക്ക്ലി. അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ ഒബ്ജക്റ്റീവ് മാത്രം വെച്ചു നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞ് വി സ്റ്റോപ്പ് ചെയ്തു. അപ്പം അങ്ങനെ തന്നെ അതൊക്കെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു. അതെ, അത് വിതിൻ എ ഷോർട്ട് ടൈം. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കൊളാട്രൽ ഡാമേജ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അവർ ഇൻഡസ്ട്രി ഷുഡ് ബി ഏബിൾ ടു ഡു പ്രൊഡക്ഷൻ ഫ്രം കൺസെപ്റ്റ് ടു പ്രൊഡക്ഷൻ വെരി ഫാസ്റ്റ്, ആൻഡ് സപ്പോർട്ട് മെയിൻ്റെനൻസ് ഒക്കെ ഷുഡ് ബി അവൈലബിൾ within that much time, and the numbers that is required should be able to produce very very fast. Short time lana war nammal or whatever conflict nammal plan cheyanengil we should be able to have the numbers required within that much time. But that is one main thing, that for available technologies, available products which nammal we should be able to mix and match and bring out a product which is very very നിഷ് ടെക്നോളജീസ്. DRDO സ്ഥാപിതമായിട്ട് 66 വർഷം പിന്നിടുന്നു. ഇപ്പോൾ 1958 അന്നത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ഇതിന് മുൻകൈ എടുത്ത് സ്ഥാപിച്ചു. പിന്നീട് ഇപ്പോൾ നമുക്ക് ഇതിനൊരു വലിയ മൊമെൻറ്റം പബ്ലിക്കിന് മുന്നിൽ വന്നത് ഡോക്ടർ കലാമിൻ്റെ കാലത്താണ്. അപ്പോൾ അതൊക്കെ മാം എങ്ങനെ ഓർക്കുന്നു DRDOയുടെ ഒരു ലെഗസി? കാരണം ചിലത് വായിച്ചിട്ടുണ്ട്, ചിലർ അന്ന് നെഹ്റു ഉപദേശകനായിട്ട് കൊണ്ടുവന്ന PMA ബ്ലാക്കറ്റ് ഈ ഒരു ഡിഫൻസ് റിസർച്ചിനെ കുറിച്ച് കാലതാമസം വരുത്തിച്ചു എന്ന് വിമർശനങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യങ്ങൾ അവരെങ്ങനെ മുന്നേറി? പ്രത്യേകിച്ചും VK കൃഷ്ണമേനോനെ ഇന്നത്തെ തലമുറ ഓർക്കുന്നത് നമ്മൾ ചൈനയോടേറ്റ പരാജയത്തിന് കാരണക്കാരനായി എന്നുള്ളതാണ്. പക്ഷേ ഈ നമ്മളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ് ഇട്ടെന്നുള്ള കാര്യം. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ സ്ഥാനത്തും നമ്മൾ ആരാണ് നയിച്ചിരുന്നു വെച്ചാൽ അവരൊക്കെ റൈറ്റ് ഡിസിഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. ഒരു സ്റ്റേജിലും നമ്മൾ അങ്ങനെ ഒരു ഫെയിലിയറായിട്ട് നമ്മൾ ഇന്ത്യയുടെ നന്മയ്ക്കല്ലാതെ നമ്മൾ ആരും അങ്ങനെ ഒരു എക്സാമ്പിൾ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് ബെസ്റ്റ് ആയിരുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ നേത്ര അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് അവാക്സ് നമ്മൾ ഉണ്ടാക്കിയത്, അതിന് എയർബോൺ സർവൈലൻസ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അത് 85-ൽ ആണ് നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ അത് 83-ലോട്ടാണ് അവർ ഫസ്റ്റ് ആക്ച്വലി ഇന്ദിരാഗാന്ധി ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ട്. കാരണം US ആ സമയത്താണ് ഫസ്റ്റ് അവാക്സ് ഉണ്ടാക്കിയത്. അവർ 60s സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കുറിച്ച്. എന്നിട്ട് 83-ലാണ് അവർ ഫ്ലൈ ചെയ്തത്. അത് കണ്ടിട്ട് നമുക്കും വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർ സൈറ്റഡ്നെസ് അവർക്കുണ്ടായി. എന്നിട്ടാണ് അന്ന് അരുണാചലം സർ അവരായിരുന്നു SC2R, അവരെ വിളിച്ച് ഇങ്ങനത്തെ ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷണറി തിങ്കിങ് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ആ ഡിസിഷൻ നമ്മൾ ആ സമയത്ത് എടുക്കണം. ഒരിക്കലും അത് ഫർദർ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ഡിലേ വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് ആ സ്റ്റാർട്ടിങ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നു. സോ SA2RM അന്ന് അരുണാചലം സാർ ഉള്ളതുകൊണ്ട് അവർ കുറേ പുഷ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇൻഫാക്ട് സാർ എന്നെ കുറേ പ്രാവശ്യം ഫോറമിൽ പറഞ്ഞിട്ടുണ്ട്, LCA ഉണ്ട്, അവാക്സ് ഉണ്ട്, ഏതിനാണ് രണ്ടിനും കൂടിയുള്ള ഫണ്ട്സ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് LCAക്ക് ഒരു മുൻകൈ കൊടുത്ത്, പിന്നെ അവാക്സിന് പിന്നെയാണ് ലേറ്റർ വന്നത്. പക്ഷേ സ്റ്റഡീസ് നമ്മൾ അന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് എന്താണ് ഒരു എയർബോൺ റഡാർന്ന് ആർക്കും അറിയില്ല. അങ്ങനെ തരത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് ഫോറിൻ കൊളാബറേഷനും ഇല്ല, ഒന്നുമില്ല. ഇൻഡിവിജ്വൽ സയൻറ്റിസ്റ്റ് ഒരു ഫോം ചെയ്തിട്ട് മൾട്ടിപ്പിൾ ലാബ്സ് എല്ലാവരും കോമൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇതിനെക്കുറിച്ച് കലാം സാറിനെ നേരിട്ട് കുറേ DRDOയിൽ വർക്ക് ചെയ്യുമ്പോൾ. അതെ, അങ്ങനത്തെ മീൻസ് സാർ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഒരു ബോസിൻ്റെ ഒരു ഇതില്ല, ഒരു കോമൺ മാൻ, നമ്മുടെ ഒരു എൽഡർ, വീട്ടിലൊരു എൽഡറിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു യങ്സ്റ്ററിനോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അങ്ങനെയാണ്. കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഐ മീൻ റിയലി ഓരോന്നും പറഞ്ഞാൽ കുറേ സമയമെടുക്കും. ബട്ട് ഹിസ് മോട്ടിവേഷൻ ഈസ് റിയലി. കാരണം ഞാൻ IISc ഉള്ളപ്പോൾ സർ യൂസ് ടു ബി ഓൾസോ എൻ്റെ ഗൈഡിൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു. അങ്ങനെയും കണ്ടിട്ടുണ്ട്. DRDO റിവ്യൂസിന് വരുമ്പോഴും കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് അമേസിങ്. ഇപ്പോൾ നമുക്ക് DRDOയുടെ ഒരു ലെഗസി ഇപ്പോൾ ഇത്രയും നാൾ, ഇത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറയോട് എന്താണ് DRDOയ്ക്ക് പറയാനുള്ളത്? DRDO വൺ തിങ് ഈസ്, നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ എയിം? ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ റിസർച്ച് ഓർ ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ ജസ്റ്റ് റുട്ടീൻ ഓഫീസ് വർക്ക്? അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ഇഫ് യു ഹാവ് ഇൻക്ലിനേഷൻ ഫോർ റിസർച്ച്, ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് വെരി ഡിഫറെൻറ്റ്, ഇഫ് യു വാണ്ട് ടു നോ ഫ്രം എൻഡ് ടു എൻഡ്, നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വെർട്ടിക്കലിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം യു ആർ ആസ്ക്ഡ് ടു ഡു ദിസ്, അതേഴ്സ് സംബഡി എൽസ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്. DRDOയിൽ അങ്ങനെയല്ല. നമ്മൾ ജോയിൻ ചെയ്ത മുതൽക്ക്, അതും സിസ്റ്റംസ് ലാബിലൊക്കെ ആണെങ്കിൽ ഫ്രം കോൺസെപ്റ്റ് ടു ഡെലിവറി വി ആർ ഇൻ ടു ഈച്ച് ആൻഡ് എവറി സ്റ്റേജ്. ഇൻഫാക്റ്റ് ഞങ്ങളുടെ ഓഫീസിൽ കുറച്ച് കൺസൾട്ടൻസ് വെർ ദർ ജർമ്മനിയിൽ നിന്ന്. സോ ഒരു 2 years they were with us as consultant. അപ്പോൾ അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ഓർഗനൈസേഷനിലും ഒരിക്കലും ഒരു രാജലക്ഷ്മി ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആണെങ്കിൽ എയർക്രാഫ്റ്റ്, റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ, കമ്മ്യൂണിക്കേഷൻ, ഓൾ ടാക്ടിക്കൽ സോഫ്റ്റ്വെയർ, എല്ലാ മേഖലയിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡ് ടു എൻഡ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ വേറൊരു കമ്പനിയിൽ ദേ ഡോണ്ട് വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഐ വിൽ ഏർജ് ദ യങ്സ്റ്റേഴ്സ് ടു കം ആൻഡ് ജോയിൻ DRDO. സാലറി ഐ കനോട്ട് പ്രോമിസ് ബിയോണ്ട് വാട്ട് ഗവൺമെൻറ് ഗീവ്സ്. പക്ഷേ വർക്ക് ചെയ്ത് ആ ത്രില്ല്, ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വിച്ച് you will not get anywhere. I mean, ISRO, yes, of course, another place, BARC, but NAL, അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ എൻഡ് ടു എൻഡ് ഇവിടെ കിട്ടുന്ന നമ്മളിപ്പോൾ മറ്റു മേഖലയിലൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ ലാബിൽ നിന്നൊരു പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപൂർവമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ DRDOയിൽ നമുക്ക് ഒരു എൻഡിൽ വരെ നമുക്ക് എത്താം. അതെ, ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മാം ആദ്യ വനിതാ ഡയറക്ടറായ CABS, സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ്, അതിൻ്റെ ലെഗസി കൂടി ഒന്ന് വിവരിക്കാമോ? ലെഗസി എന്ന് പറഞ്ഞാൽ CABS വാസ് ഫോംഡ് ഇൻ 91. അതിൻ്റെ മുമ്പ് ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ പ്രൊജക്ട് ഓഫീസ്.
എയറോസ്പേസ് സർവൈലൻസ് വാർണിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ 91 അത് ലാബായത്. അപ്പോൾ ലാബിൽ ഐ വാസ് ദ സെക്കൻഡ് വുമൻ ഇൻ ദറ്റ്. ഇപ്പോൾ ലെഗസി എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഡയറക്ടർ കുറേ എൻകറേജ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇവിടെ ഈ ലാബിൽ ജോയിൻ ചെയ്ത വിമൻ വെയർ ഓൾവേസ് യുനോ ഫോർത്ത് റൈറ്റ്. അങ്ങനെ ഇപ്പോൾ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ഓൾവേസ് എക്സ്പ്രസ് ദർ ഫീലിങ്സ്. കാരണം ഇറ്റ് ഈസ് എ ന്യൂ ലാബ്, അപ്പോൾ എല്ലാം യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു ഫ്രീഡം വെച്ചിട്ടാണ് നമ്മളൊക്കെ ഗ്രോ ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സയൻസ് ഹാസ് നോ ജെൻഡർ, അതാണ് ടെസി മാഡം പറയുന്നു. സയൻസ് ഹാസ് നോ ജെൻഡർ, സയൻസ് ലീഡേഴ്സ് ഓൾസോ ഹാവ് നോ ജെൻഡർ. ആരാണ് കേപ്പബിൾ വെച്ചാൽ ദേ ഗെറ്റ് സെലക്റ്റഡ്. പിന്നെ ഇപ്പോൾ 2019 ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ വിമൻസ് ഡേൻ്റെ ഒരു തീം ഉണ്ടായിരുന്നു, ബാലൻസ് ഫോർ ബെറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാലൻസ് ഫോർ ബെറ്റർ എന്ന് പറയുമ്പോൾ ഏത് ഫീൽഡിലും 50% വിമൻ വേണം, അതാണ് അതിൻ്റെ അർത്ഥം. വിച്ച് മീൻസ് ബോർഡ് റൂമിലും യു ഷുഡ് ഹാവ് 50% വിമൻ. അപ്പോൾ ഞാൻ ഡയറക്ടർ ആകുമ്പോൾ സോ വി ഹാഡ് 6 ഗ്രൂപ്പ് ഡയറക്ടേഴ്സ്. അതിൽ 3 ഗ്രൂപ്പ് ഡയറക്ടേഴ്സ് വേർ 4 ഗ്രൂപ്പ് ഡയറക്ടേഴ്സ് വേർ വിമൻ ആൻഡ് 2 മെൻ. പിന്നെ ഇനിയും കൂടി കൂട്ടിയാൽ വി ആർ 5 out of 9, സോ വി ആർ ബിയോണ്ട് 50%. പക്ഷെ അങ്ങനെ നമ്മുടെ ലാബിൽ ആ ഒരു ജെൻഡർ ബയസ് അങ്ങനെ നമ്മൾ കാണുന്നില്ല, അറ്റ്ലീസ്റ്റ്. പിന്നെ ഇപ്പോൾ എയറോ ക്ലസ്റ്ററിലാണെങ്കിലും അങ്ങനെ ഇല്ല. അപ്പോൾ DRDO എൻകറേജസ് വിമൻ. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതെ അബൌട്ട് 33% ഇൻ ദ ബോർഡ് റൂം വി വെർ വിമൻ. പിന്നെ ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ വിമൻ വേണമെന്ന് പറഞ്ഞിട്ട് 50% വെക്കാനോ, ഇഫ് ദേ ആർ കേപ്പബിൾ ദേ ഷുഡ് ബി ഇൻ ദാറ്റ് പ്ലേസ്, ദെൻ ഓൺലി ദേ വിൽ ഗെറ്റ് ദ റെസ്പെക്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു വുമൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നുകൊണ്ട് റെസ്പെക്റ്റ് കിട്ടില്ല. സോ വി ഹാവ് ടു ബി കേപ്പബിൾ, വി ഹാവ് ടു ബി compete with everybody equally and then come to a position and excel in that position. So it is opportunities are same for all. And ഞാനിപ്പോൾ ചിലപ്പോൾ യങ്സ്റ്റേഴ്സിന് ഐ അഡ്വൈസ് ഓൾസോ, ഇപ്പോൾ ചൈൽഡ് കെയർ ലീവ് ഉണ്ട്, ഡോണ്ട് സിറ്റ് അറ്റ് ഹോം ഫുൾ ടൈം. കുറച്ച് നേരം കുട്ടി ഉറങ്ങുമ്പോൾ യു ക്യാൻ ഓൾവേസ് ഗോ ത്രൂ ദ ടെക്നിക്കൽ പേപ്പേഴ്സ് ആൻഡ് സെൻഡ് ടു ദ ലാബ് ആൻഡ് സേ ദാറ്റ് ഓക്കെ ദീസ് ആർ അതർ ഏരിയാസ് വി ക്യാൻ വർക്ക് ഓൺ. അങ്ങനത്തെയൊക്കെ നമ്മൾ ഒരു നമുക്ക് എക്സ്ട്രാ ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ വി ഷുഡ് സ്റ്റിൽ പ്രൊവൈഡ് മോർ ടു ദ ഓർഗനൈസേഷൻ ബാക്ക്. സോ വിമൻ്റെ ചാലഞ്ചസ് ആർ ഡിഫറെൻറ്റ്. പക്ഷേ ഇപ്പോൾ ജനറലി ഫാമിലി ഓൾസോ സപ്പോർട്ട്സ്. അപ്പോൾ എന്താണ് DRDOയ്ക്ക് ഒരു വനിതാ അധ്യക്ഷയെ ലഭിക്കുന്നത്? See, it is sometime it will surely happen. And ഒരു വുമൻ ആണെന്ന് പറഞ്ഞിട്ട് ആരും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. സോ വെൻ ദ വുമൻ ഓൾസോ കോമ്പീറ്റ് ആൻഡ് കം ത്രൂ, ഐ എം ഷുവർ ദർ വിൽ ബി എ വുമൻ സെക്രട്ടറി DRDO and chairman DRDO sitting there. So that is not at all, it's not an impossible feat. Women have to compete and come through and it will happen surely. ഇനിയിപ്പോൾ മാമിൻ്റെ ഒരു പേഴ്സണൽ ജേർണി എടുക്കുകയാണെങ്കിൽ 40 വർഷത്തോളം ഉള്ള എക്സ്പീരിയൻസ് ആയി DRDOയിൽ. അപ്പോൾ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു? കാരണം തുടക്കം MSc കമ്പ്യൂട്ടർ സയൻസുമായിട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് എങ്ങനെയാണ് ഒരു ഗവേഷണ രംഗത്തേക്ക് വന്നു, പ്രത്യേകിച്ച് ടെക്നോളജി രംഗം, അതും ഒരുപാട് മേഖലകളിലുണ്ടല്ലോ. അതെ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ആ ഒരു എഡ്യൂക്കേഷൻ ജേർണി, അതുപോലെ തന്നെ കരിയർ ജേർണി? MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ മുമ്പ് ഞാനൊരു BSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ആ ഫിസിക്സ് എൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഐ കുഡ് മാനേജ് ഇൻ ദ എയറോസ്പേസ്. കാരണം ആ ഒരു എന്താണ് മോഡലിങ്ങും അതൊക്കെ നമ്മൾ വരുന്നത് ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിവേ ഐ യൂസ് ടു എൻജോയ് ഫിസിക്സ്. അപ്പോഴാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് വന്നത് ഫോർ MSc കമ്പ്യൂട്ടർ സയൻസ്. അതിൻ്റെ കൂടെ ജോബും കിട്ടുമായിരുന്നു ഫോർ DRDO. സോ ആ സമയത്ത് ജോബിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ഐ ജോയിൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പോസ്റ്റിംഗ് വന്നത് ഈ ASVAC അല്ലെങ്കിൽ CABSൻ്റെ എർലിയർ പ്രോഗ്രാം ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഡയറക്ടർ പറഞ്ഞു, I am asking for intelligent boys and they're sending me pretty girls and that too from computer science. Sir, as long as you see my work, you will ask for pretty girls like me for working. And then I realized what he said is right. കാരണം for aerospace ലാബിൽ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈസ് റിക്വയർഡ്, ബട്ട് ദാറ്റ് അലോൺ ഈസ് നോട്ട് ഇനഫ്. അപ്പോൾ പിന്നെ ഞാൻ MSc എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD കണ്ടിന്യൂ ചെയ്തിട്ട് IISc. So I was working as well as doing that struggle. So it was a struggle and I am really thankful to my parents. അപ്പോൾ അവർ supported me.
Then in between I got married. My husband also supported me to Husband continue this. Husband, he's a professor, and we did PhD in IIC together. So he knew the whole aspect of how PhDs are. So he really supported. And even in my career journey, without family support, it just wouldn't have been possible. Even children, I mean, many times I've not been there when they needed me, but yes, many times they have understood my absence and they said, okay, you have something more important to do, so fine, no problem, we'll manage. മാമിന്റെ ഇവിടെ കേരളത്തിലെ ഹോം ടൗൺ എവിടെ? കേരളത്തിൽ ആക്ച്വലി കുറ്റിപ്പുറം അടുത്ത് ചമറോട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ആൻസസ്ട്രൽ ഹൗസ്. പക്ഷെ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. സോ അങ്ങനെ ആണ് കേന്ദ്രീയ വിദ്യാലയ പഠിച്ചത്. പിന്നെ BSc MSc പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്ത്. പിന്നെ IISc-ന്ന് MS-ഉം PhD-യും ചെയ്തു. ഇപ്പോൾ സയൻസ് ടോക്കിൻ്റെ ഈ 100ാം എപ്പിസോഡിൽ എത്തുമ്പോൾ ഈ പ്രത്യേകിച്ച് സയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഇമ്പോർട്ടൻസ് ഈ കാലത്ത് അതിൻ്റെ പ്രാധാന്യം എന്താണ്? പിന്നെ അതുപോലെ തന്നെ ഈ പ്രതിരോധ ഗവേഷണ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള മെസ്സേജ് എന്താണ്? Main thing is, see, we have to be abreast with the knowledge, current with the knowledge, or we should know more about. There is no shortcut for science. Hard work is required. പിന്നെ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഫസ്റ്റ് വി ഷുഡ് റിയലൈസ് വി ഡോണ്ട് നോ എവറിത്തിങ്. ഇപ്പം ഞാനിപ്പോൾ IISc ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് തിങ് വാട്ട് ഐ റിയലൈസ്ഡ് ഈസ്, ഓ ഗോഡ്, ഐ നോ സോ ലിറ്റിൽ, ദർ ഇസ് സോ മെനി തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് നോ. ഓക്കെ, സോ ആ ഒരു ഫീലിംഗ് ഫസ്റ്റ് വന്നാൽ ദെൻ വി വിൽ അവർസെൽസ് ചേഞ്ച് ടു ലേൺ മോർ. ആ ഒരു ലേണിംഗ് ആണ് നമ്മളതിനെ ഫർദർ കൂടെ കൊണ്ടുവന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ദർ വിൽ ബി ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദെയർ ഓൾവേസ്. പക്ഷെ എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് വരില്ല. പക്ഷെ ആ സമയത്താണ് നമുക്ക് വി ഷുഡ് ബി റെസിലിയൻറ്റ്, വി ഷുഡ് നോട്ട് ഗിവ് അപ്പ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So as I told, IQ is required if you are in science, EQ, so that you can know ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് you should be able to have that adaptability or emotional stability. പിന്നെ always you should have good the reading habits and read the masters. എൻ്റെ പ്രൊഫസർ പൂനെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും പറയുമായിരുന്നു, read the masters, not the mortals. അപ്പോൾ read the best reference books which are of high standard, so that you will be able to understand more. Okay, and that is very very important. And daily or 1 or 2 hours you have to spend apart from office hours on your reading, just reading. Then only you will be able to understand what area you're working in, what the world is doing about it, and from how you can improve from what your approach is compared to what others are, and also further do better than what the world is doing. ആ ഒരു ഫീലിങ്ങും തോട്ട് പ്രോസസ്സും വന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യ ആസ് എ നേഷൻ ഒരു ടെക്നോളജി ലീഡർ ആവാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഇറ്റ് ഹാസ് ടു ബി വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ക്വാളിറ്റി വർക്ക്. സോ പിന്നെ ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ 1000-ഉം 10,000-ഉം ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ യു ഷുഡ് ഹാവ് somebody with whom you can share when you are really in trouble. ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് എപ്പോഴും ഏതൊരു ഹ്യൂമൻ ബീങ്ങിനും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ യു ഷുഡ് ഹാവ് ഡെപ്ത്, ജെന്യൂൻ ഫ്രണ്ട്ഷിപ്സ്, ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ടോക്ക് ടു മെൻറ്റേഴ്സ് ഓർ യുവർ ഗൈഡ്സ് ഓർ യുവർ ഫ്രണ്ട്സ്, ഫാമിലി. ആ ഒരു ഗുഡ് കൾച്ചർ ഹാസ് ടു ബി മെയിൻറ്റൈൻഡ്. And all work and no play makes Jack a dull day എന്ന് പറഞ്ഞ മാതിരി enjoy your life. It's a short time that is available, so it has to be all kind of growth has to be there. പ്രതിരോധ രംഗത്ത് പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ നമ്മുടെ രാജ്യം എത്രയും വേഗം വിജയിക്കട്ടെ. അതിനുള്ള പരിശ്രമങ്ങളും നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശക്തരാകുന്നതിനൊപ്പം തന്നെ ലോകത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന അശാന്തിയും അസ്ഥിരതയും ഒക്കെ പരിഹരിക്കാനും നമ്മുടെ രാജ്യത്തിന് മുന്നിട്ടിറങ്ങാൻ കഴിയട്ടെ. സയൻസ് ടോക്കിൽ നേരിട്ട് പങ്കെടുത്തതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. അതുപോലെ ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾക്കും ഇനി അങ്ങോട്ടുള്ള യാത്രയ്ക്കും എല്ലാവിധ ആശംസകളും. വളരെ വളരെ നന്ദി.
ഈ ഓപ്പർച്യൂണിറ്റി തന്നതിനും. ആൻഡ് ഐ തിങ്ക് പറഞ്ഞ മാതിരി നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുവാണെങ്കിലും പീസ് ഈസ് ഓൾവേസ് റിക്വയർഡ്, ആൻഡ് ഓൺലി ഇഫ് യു ഹാവ് സ്ട്രോങ് വി ക്യാൻ മെയിൻറ്റെയിൻ പീസ്. This is Science Talk. Until next time, keep asking questions, staying curious, and building a better tomorrow.